ഹലോ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ്. 2025 UPSCയുടെ എക്കണോമി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ത്യൻ എക്കണോമി അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് GS3. സോ GS3യുടെ പേപ്പർ ഈ വർഷം 2025 എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ്. പേപ്പറിന്റെ ഒരു ടഫ്നെസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് പേപ്പർ ആയിട്ട് എക്കണോമിക്കൽ പേപ്പർ ഈ പ്രാവശ്യം പറയാൻ പറ്റില്ല. ഇന്ത്യൻ എക്കണോമിന്റെ പേപ്പർ ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേർ കറന്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ PLI പോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എക്സ്പെക്ടഡ് ലൈനിൽ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിരുന്നു കമ്പയർ GS2. അപ്പം പലപ്പോഴും ചിലപ്പോൾ ആസ്പിരൻസിന് തോന്നുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് എഴുതാനുണ്ടായതുകൊണ്ട് മൊത്തം എഴുതി തീർത്തതിന്റെ ഒരു ഫീലിംഗ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് പോയിന്റ്സ് കയ്യിലുണ്ടായതുകൊണ്ട് അത് മൊത്തം എഴുതാൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ പോയിന്റ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോയിന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസിന്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-10 മാർക്കിന്റെ ക്വസ്റ്റ്യനും 4-15 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ഇന്ത്യൻ എക്കണോമിയിൽ നിന്നും അഗ്രികൾച്ചർ ആസ്പെക്ട്സിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 100 മാർക്സിന്റെ വെയിറ്റേജസ് ആണ് നമുക്ക് എക്കണോമി അഗ്രികൾച്ചറിൽ നിന്ന് ഈ വർഷം വന്നിട്ടുള്ളത്. അതുപോലെ ക്വസ്റ്റ്യൻസ് ആസ് ഐ ഓൾറെഡി ടോൾഡ് വളരെ എക്സ്പെക്ടഡ് ലൈൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ക്വസ്റ്റ്യൻസിൽ എന്തില്ല വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ വലിയ ലെങ്തി സ്റ്റേറ്റ്മെന്റ്സോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ. Why is the IHDI, that means Inequality Adjusted Human Development Index, considered as a better indicator for inclusive growth എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വരുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും HDIയും IHDIയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ള ചോദിച്ചു. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ. ഇന്ത്യയുമായിട്ട് റെഫർ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസസ് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എക്സാമ്പിൾസ് ഡിഫറൻസസ് പറയുന്ന സമയത്ത് അതിന്റെ എക്സാമ്പിൾസുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് അഡ്രസ് ചെയ്ത് പോകും. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് IHDI ഈസ് കൺസിഡർ ആസ് എ ബെറ്റർ ഇൻഡിക്കേറ്റർ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നതാണ് ചോദ്യം. സോ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം ഫസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളതും എന്താണ് ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളതും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറയാം അല്ലേ. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആർ ഇൻഡെക്സസ് റിലീസ്ഡ് ബൈ UNDP. രണ്ടും എന്താണ്, UNDPന്റെ ഇൻഡെക്സസ് ആണ്. രണ്ടും എന്താണ്, ഡെവലപ്മെന്റിന്റെ ഒരു ക്വാളിറ്റി അസസ് ചെയ്യുന്നതാണ്, നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. സോ ഇവിടെ എന്താണ്, എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല എക്കണോമിക് ഡെവലപ്മെന്റ് ആസ്പെക്ട്സിൽ എത്രത്തോളം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ളത് നോക്കുന്നതാണ് രണ്ടിന്റെ ഇൻഡെക്സ്. ഇപ്പൊ നമ്മൾ ഇൻഡെക്സിന്റെ ഒരു വ്യത്യാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 134 ഔട്ട് ഓഫ് 193 കൺട്രീസ് ആണ്. അതായത് HDI വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആയിട്ടാണ് വരിക. സോ HDI വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.644 ആയിരുന്നു നമ്മുടെ HDI വാല്യൂ ആൻഡ് പ്ലേസ്ഡ് ഇന്ത്യ ആസ് എ മീഡിയം ഹ്യൂമൻ ഡെവലപ്ഡ് കാറ്റഗറിയിലാണുള്ളത്. അതായത് ഇന്ത്യന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ മീഡിയം ലെവൽ ഓഫ് അച്ചീവ്മെന്റിലാണ് നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡിലേക്ക് വരുമ്പോൾ ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് 0.475% ആയിട്ട് കുറയുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വന്നിട്ടുള്ള സ്കോറിന്റെ 26% നമുക്ക് എന്ത് വരുന്നു, താഴോട്ട് വരുന്നു. ഇനി എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതല്ലേ. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ക്രൈറ്റീരിയാസ് ഓഫ് ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇൻകം എന്ന് പറയുന്ന 3 ക്രൈറ്റീരിയാസിലാണ് HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ HDIയിൽ നിന്ന് IHDIയിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നമ്മൾ എന്താ നോക്കുക, ഓവറോൾ ഹെൽത്ത് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, ഇന്ത്യയിൽ എത്രത്തോളം ഹെൽത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് HDIയിൽ നോക്കുന്നത്. പക്ഷേ IHDയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, വുമണിന് എത്രത്തോളം ഹെൽത്തിൽ ആക്സസ് ഉണ്ട് എന്നുള്ളത് നോക്കും. അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ഒരു സിറ്റിസണിന് എത്രത്തോളം ബെറ്റർ ഹെൽത്ത് ആക്സസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ഒരാൾക്ക് ആക്സസിബിലിറ്റി എങ്ങനെയുണ്ട്, റൂറൽ ഏരിയയിലേക്കുള്ള ആളുടെ ഹെൽത്ത് ആക്സസിബിലിറ്റി എന്താണ്. അപ്പം ഡിഫറെന്റ് മാർജിനൽ ഗ്രൂപ്പിലേക്ക് വരുമ്പം ആ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനുള്ള ആക്സസ് കൂടി, ആ ഇൻഇക്വാലിറ്റി, പ്രസൻസ് ഓഫ് ഇൻഇക്വാലിറ്റി കൂടി എവിടെ അഡ്ജസ്റ്റഡ് ആവുന്നുണ്ട്, IHDIയിൽ അഡ്ജസ്റ്റഡ് ആവുന്നുണ്ട്. പക്ഷേ HDIയിലേക്ക് വരുമ്പോൾ എന്ത് നോക്കുന്നില്ല, ഇവിടെ റൂറൽ അല്ലെങ്കിൽ വുമണിന് എത്രത്തോളം ഹെൽത്ത് ആക്സസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ റൂറൽ
റൂറൽ സിറ്റീസിന് എത്രത്തോളം ഹെൽത്ത് ആക്സസ് ഉണ്ടെന്നൊന്നും നോക്കുന്നില്ല. അപ്പൊ HDI എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആയിട്ട് ഈ 3 ക്രൈറ്റീരിയ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻകത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്കണോമിയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് നോക്കുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്ന് പറയുന്നത്. പക്ഷെ വേറാസ് IHDIയിലേക്ക് വരുമ്പം നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കൂടെ ഈ വരുന്ന ഇൻഇക്വാലിറ്റീസ് എത്രയുണ്ട്, ആരൊക്കെ ഇതിനകത്ത് ലെഫ്റ്റ് ആയിട്ടായി, ഓരോ മാർജിനൽ സെക്ഷനുള്ള ആക്സസിബിലിറ്റി എത്രയാണ്, ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ HDI വാല്യൂവിൽ നിന്ന് നമ്മൾ പീനലൈസ് ചെയ്യും ഇവരെ. ഓക്കെ, ഇന്ത്യക്ക് എത്രയുണ്ടായിരുന്നു, 0.644 ഉണ്ടായിരുന്നു. ആഫ്റ്റർ പീനലൈസേഷൻ എന്താണ് 0.475 ഇന്ത്യയുടെ IHDI സ്കോറിലേക്ക് വരുന്നുള്ളൂ. ഈ പീനലൈസേഷൻ ചെയ്യുമ്പോൾ ഇന്ത്യ ആക്ച്വലി എത്രയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്താ എന്നുള്ളത് IHDIയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, HDI കാട്ടും എന്തുകൊണ്ടും ബെറ്റർ പെർഫോമിംഗ് അല്ലെങ്കിൽ ബെറ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, IHDI തന്നെയാണ് ബെറ്റർ ഇൻഡെക്സ്. ഇനി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് HDI, എന്താണ് IHDI എന്നുള്ള ഡിഫറൻസസ് ആണ്. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് മെഷേഴ്സ് ആവറേജ് അച്ചീവ്മെന്റ് ഇൻ വി ഓൾറെഡി ഡിസ്കസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം. ഈ 3 ഡയമെൻഷൻസിലുള്ള ഒരു ആവറേജ് എന്താണ്, അച്ചീവ്മെന്റ് മെഷർ ചെയ്യുന്നതാണ്. പക്ഷെ IHDI എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഡ്ജസ്റ്റ് ദി HDI വാല്യൂ ബൈ അക്കൗണ്ടിങ് ഫോർ ഇൻഇക്വാലിറ്റി അക്രോസ് ദി സെയിം 3 ഡയമെൻഷൻസ്. ദാറ്റ് ഈസ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകത്തിലുള്ള ഡയമെൻഷനിൽ തന്നെ ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, IHDI ഇതിനകത്ത് വരിക, HDI ഇൻഡെക്സിൽ വരിക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് ഫോക്കസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിഫ്ലക്ട് പൊട്ടൻഷ്യൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇഫ് അച്ചീവ്മെന്റ് വെർ ഈക്വലി ഷെയർഡ് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ഇതിനകത്ത് എന്ത് നോക്കുന്നുള്ളൂ, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഓവറോൾ ഇൻകത്തിൽ ഇന്ത്യന്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഗ്രോത്ത് വന്നു എന്ന് വിചാരിക്കുക. സോ ഓവറോൾ ഇന്ത്യയിൽ എന്തോ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി HDI എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് എല്ലാവർക്കും എന്ത് വന്നിട്ടുണ്ട്, ഈ ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന്. പക്ഷെ ആക്ച്വൽ സിറ്റുവേഷൻ അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ ഒരു രാജ്യത്ത് അംബാനിയും അദാനിക്കും മാത്രം ഇൻകം കുറെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടും അല്ലെ, പക്ഷെ അതിനർത്ഥം നമുക്ക് ഇൻകം ഉണ്ടെന്നാണോ, അല്ല. അതേപോലെ തന്നെയാണ് HDIയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇൻകം ഉണ്ട്, ഓവറോൾ ഡെവലപ്മെന്റ് മാത്രമേ HDIയിൽ നോക്കുന്നുള്ളൂ. ബട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറാസ് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് IHDIയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇൻകം ഡെവലപ്മെന്റ് വന്നാൽ മാത്രം പോരാ, ഈ ഇൻകം ഏത് സെക്ടറിൽ ആരൊക്കെയാണ് ഇൻകം വന്നത്, എല്ലാ സെക്ഷനിലും ഈ ഇൻകം ഡെവലപ്മെന്റ് ഉണ്ടോ എന്നുള്ളത് IHDIയിൽ നോക്കും. സോ ദിസ് ഇസ് എ ബെറ്റർ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. ഇനി അപ്രോച്ച് ഇൻഇക്വാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇഗ്നോർ ഇന്റേണൽ ഇൻഇക്വാലിറ്റീസ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ തന്നെ ഞാൻ പറഞ്ഞു 0.644 ആയിരുന്നു, പക്ഷെ ഇവിടെ എന്തുണ്ട്, റിച്ചും പൂറും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ IHDIന്റെ സ്കോർ നോക്കിയാൽ 0.475 ഉള്ളൂ. അതെന്തുകൊണ്ടാണ്, ഇവിടെ ഡിസ്പാരിറ്റി, ഇൻകം ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ് ഹെൽത്തിൽ, എഡ്യൂക്കേഷനിൽ, ഇൻകത്തിൽ. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷനൊന്നും വുമൺ എന്തല്ല ഈക്വൽ ആക്സസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ആ ഈ ഡിസ്പാരിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, സ്കോർ കുറയുന്നതാണ്. റീജിയണൽ ഡിസ്പാരിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ഇറ്റ് ആവറേജസ് സ്റ്റേറ്റ് ലെവൽ ഡിഫറൻസസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഹാസ് IHDI കമ്പയർ ടു മിഡിൽ ഇൻകം സ്റ്റേറ്റുകളായ ബീഹാർ, ജാർഖണ്ഡിലൊക്കെ HDI കാട്ടും വളരെ മുമ്പിലാണ് കേരളത്തിന്റെ HDI എന്ന് പറയുന്നത്. പക്ഷെ IHDI നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ബീഹാർ യു ക്യാൻ സീ പുവർ ക്വാളിറ്റി ആക്സസ് ആണ്, വളരെ ലോ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആക്സസ്, ഹെൽത്ത് കെയർ ക്വാളിറ്റി ആക്സസ് ഒക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. മറ്റേടത്ത് ഏകദേശം ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആസ്പെക്ട്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ജെൻഡർ ഇൻഇക്വാലിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ജെൻഡർ ഇൻഇക്വാലിറ്റി കൺസിഡർ ചെയ്യുന്നില്ല. എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ എംപ്ലോയ്മെന്റ് കൂടിയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതിൽ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുന്നില്ല. അപ്പൊ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജസ്റ്റ് 25% ആണുള്ളൂ, വിച്ച് ഈസ് നോട്ട് കൺസിഡറിങ് ഇൻ ദി HDI. ബട്ട് വേറാസ് എന്തിൽ ചെയ്യുന്നുണ്ട്, IHDIയിലേക്ക് വരുമ്പോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂടി കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അത് ബെറ്റർ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കാസ്റ്റ് ബേസ്ഡ് സെഗ്രിഗേഷൻ അല്ലെ. സോ കാസ്റ്റ് ബേസ്ഡ് സെഗ്രിഗേഷൻ എംപ്ലോയ്മെന്റിൽ വന്നിട്ടുണ്ടോ, ഇവിടെ എക്സ്ക്ലൂഷൻ വന്നിട്ടുണ്ടോ, ആദിവാസീസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എന്നുള്ളത് എവിടെ ചെയ്യുന്നില്ല, HDIയിൽ മോണിറ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സോഷ്യോ എക്കണോമിക് ആക്സസ് എല്ലാ പർട്ടിക്കുലർ കാസ്റ്റിലുള്ള ആളുകൾക്കും ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്കും ട്രൈബൽ ജനങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നോക്കും എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്. ഇനി റൂറൽ അർബൻ അല്ലെങ്കിൽ അർബൻ ഡിവൈഡ് നോക്കുകയാണെങ്കിൽ ഈ HDI എന്ന് പറയുന്നത് കൂടുതലും അർബൻ ബയാസ്ഡ് ആണ്. മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി പോലെയുള്ള സിറ്റികളിൽ വെച്ചിട്ടാണ് HDIന്റെ വാല്യൂസിന് സർവേ എടുക്കുന്നത്, അല്ലാതെ ഹോളിസ്റ്റിക്കലി എന്ത് ചെയ്യുന്നില്ല, സർവേ എടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ അർബൻ സെന്റേഴ്സിനെക്കാട്ടും വളരെ സ്ക്യൂഡ് ആയിട്ട് നോക്കുമ്പോൾ ഹോളിസ്റ്റിക്കലി അർബൻ സെന്റേഴ്സിൽ ബെറ്റർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ട് ഇന്ത്യയിലും ബെറ്റർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് വരും. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ സെന്റേർഡ് ആണ്. പക്ഷെ IHDI എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ പോപ്പുലേഷനോട് ആക്സസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു റൂറൽ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ പോപ്പുലേഷനോട് കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും എന്നുള്ളതാണ് ബെറ്റർ ഇൻഡിക്കേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഗവർണൻസിലേക്ക് നോക്കുന്ന സമയത്ത്
HDI വെച്ച് നമ്മൾ ഗവർണൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ് സംഭവിച്ചേക്കാം. കാരണം എന്താണ്, സ്ക്യൂഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഇന്റർസെക്ഷണൽ ഇൻഇക്വാലിറ്റി എവിടെ അഡ്രസ് ചെയ്യുന്നില്ല, നമ്മുടെ HDIയിൽ അഡ്രസ് ചെയ്യുന്നില്ല. സോ ബെനിഫിറ്റ് ആർ കോൺസെൻട്രേറ്റഡ് എമോങ് എലീറ്റിൽ മാത്രമായി പോകാനുള്ള ചാൻസസ് ഇവിടെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിലോ IHDയിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമിന്, അതുപോലെ തന്നെ ടാർഗറ്റഡ് പോളിസി മേക്കിങ്ങിനൊക്കെ വളരെ ബെറ്റർ സ്യൂട്ടഡ് ആയിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇൻക്ലൂസിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ വീക്ക് ഇൻക്ലൂസീവ് ആണ്. ആൻഡ് ഇന്ത്യന്റെ റാങ്ക് തന്നെ നോക്കുകയാണെങ്കിൽ 134 ആണ്. ഡസ് നോട്ട് ഇൻവോൾവ് ഇക്വിറ്റബിൾ ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതെന്താണ്, കുറച്ചുകൂടി ഇൻക്ലൂസീവ് ഗ്രോത്തിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. കാരണം എല്ലാ സെക്ഷനെയും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബെറ്റർ ക്വാളിറ്റി ഇൻഡിക്കേറ്ററായി മാറുന്നത്. ഇതായിരുന്നു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ അല്ലേ. രണ്ടാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ പറയുന്നത് വൈ ഈസ് ദി IHD കൺസിഡർ ആസ് എ ബെറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ എന്തുകൊണ്ടാണ് ഇത് ബെറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ വൺ ഓഫ് ദ ഫാക്ടർ എന്ന് പറയുന്ന അക്കൗണ്ട് ഫോർ സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റി എന്നുള്ളതാണ് അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സെക്ഷനിലുള്ള ഇൻഇക്വാലിറ്റി, ഫോർ എക്സാമ്പിൾ കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി, ക്ലാസ് ബേസ്ഡ് ഇൻഇക്വാലിറ്റി, ജെൻഡർ ബേസ്ഡ് ഇൻഇക്വാലിറ്റി, റീജിയണൽ ബേസ്ഡ് ഇൻഇക്വാലിറ്റി, എല്ലാ വിധത്തിലുള്ള ഇൻഇക്വാലിറ്റിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ IHD എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഇക്വാലിറ്റീനെ നമ്മളെ ബെറ്റർ ആയിട്ട് കാണിച്ചു തരുന്നതുകൊണ്ട് ഇതൊരു ബെറ്റർ ഇൻക്ലൂസീവ് ഇൻഡെക്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഓൾസോ എൻഷുർ ദാറ്റ് ദർ ഇസ് എ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷണൽ ജസ്റ്റിസ്. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന വെൽഫെയർ സ്കീംസ് ഒരു പർട്ടിക്കുലർ എലീറ്റ് സെക്ഷന് മാത്രമല്ല എല്ലാ സെക്ഷനിലേക്കും എത്തുന്നുണ്ടോ എന്നുള്ള ഡിസ്ട്രിബ്യൂഷണൽ ജസ്റ്റിസ് ഇവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടാണോ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ചെക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ GNPയും അല്ലെങ്കിൽ GDP ഒക്കെ കൂടുന്നുണ്ട്. എന്തിലേക്ക് ലീഡ് ചെയ്യും, ബെറ്റർ HDIയിലേക്ക് ലീഡ് ചെയ്യും. പക്ഷേ IHDയിൽ ഇതിന്റെ കൺസെപ്ഷൻ പാറ്റേൺ നോക്കും, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഔട്ട്കം മീൻസ് മെനി ആർ ലെഫ്റ്റ് ബിഹൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ IHD എന്ത് ചെയ്യും, ഈ റിയാലിറ്റിയാണ് ക്യാപ്ചർ ചെയ്യുക. ഇൻകം കൂടിയതുകൊണ്ട് എന്ത് ചെയ്യും, HDI കൂടും. അതുകൊണ്ട് എന്ത് കൂടണം എന്നില്ല, IHDI കൂടണം എന്നില്ല. സോ ദിസ് ക്യാൻ ബി കൺസിഡർ ആസ് എ ബെറ്റർ ഇൻക്ലൂസീവ് ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ്. ആൻഡ് അനദർ ഫാക്ടർ ഈസ് അലൈൻ വിത്ത് ഇന്ത്യസ് ഇക്വിറ്റി ഫോക്കസ്ഡ് സ്കീംസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അലൈൻ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്കീംസ് ലൈക്ക് PM പോഷൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഏകലവ്യ സ്കൂൾസ് ഓഫ് ട്രൈബൽ സ്റ്റുഡൻസ് ടാർഗറ്റ് ഈക്വൽ അൺഈക്വൽ ഔട്ട്കം വിച്ച് ഇൻ ലൈൻ വിത്ത് IHD പ്രിൻസിപ്പിൾസിൽ എന്താണ് നമുക്ക് ഫോക്കസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. എൻഹാൻസിംഗ് മോണിറ്ററിംഗ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സോ എസ്പെഷ്യലി സസ്റ്റൈനബിൾ ഗോൾ ഒക്കെ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ബെറ്റർ ഹെൽത്ത് സെക്ടർ, പോവർട്ടി റിഡക്ഷൻ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ ഗോൾസ് അച്ചീവ്ഡ് ആയോ എന്ന് നോക്കാൻ വേണ്ടി HDI കൊണ്ട് ഗുണം ഉണ്ടാവില്ല, IHD ആണ് എന്ന് ഗുണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു ബെറ്റർ ഗ്രോത്ത് മെഷർ ആണ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഒരു വേ ഫോർവേഡിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെ 3 ഫാക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വി ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ലൈക്ക് ബാങ്കിങ്ങിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റി, അതുപോലെയുള്ള ഹെൽത്ത്, എഡ്യൂക്കേഷൻസ്, ന്യൂട്രീഷൻ ആക്സസ് എന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ സജഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിതി ആയോഗിന്റെ എന്തുണ്ട്, ഇൻഇക്വാലിറ്റി അഡ്ജസ്റ്റഡ് മെക്കാനിസം ഉണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ അതർവൈസ് ഓൾസോ യു ക്യാൻ റൈറ്റ് എ കൺക്ലൂഷൻ വേർ ഇൻക്ലൂസീവ് ആയതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് കൺട്രി ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു കൺക്ലൂഷൻസ് കൊടുക്കാം. യു ക്യാൻ കോഡ് വിത്ത് സബ്കാ സാത്ത്, സബ്കാ വികാസ് ആൻഡ് സബ്കാ വിശ്വാസ്. വേണമെങ്കിൽ എന്താണ് IHDI ഈസ് നോട്ട് ജസ്റ്റ് എ ബെറ്റർ മെട്രിക്, ഇറ്റ് ഈസ് എ നെസസറി വൺ ആണ് എന്നുള്ളത് ഫോർ പോളിസി മേക്കിംഗ്, ഫോർ ടാർഗറ്റഡ് ഇൻഫർമേഷൻ സെൻട്രിക് അല്ലെങ്കിൽ ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള ടാർഗറ്റഡ് പോളിസി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ഒരു ടൂൾ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു ആൻസറിന്റെ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എഗെയിൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വളരെ റെലവെന്റ് ആയിട്ടുള്ളതും വളരെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ വർഷം. സോ വാട്ട് ആർ ദ ചലഞ്ചസ് ബിഫോർ ദ ഇന്ത്യൻ എക്കണോമി വെൻ ദ വേൾഡ് ഈസ് മൂവിംഗ് അവേ ഫ്രം ഫ്രീ ട്രേഡ് ആൻഡ് മൾട്ടിലാറ്ററലിസം ടു പ്രൊട്ടക്ഷനിസം ആൻഡ് ബൈലാറ്ററലിസം. വേൾഡ് എന്ത് ചെയ്യുന്നു, വേൾഡ് ഫ്രീ ട്രേഡിൽ നിന്നും മൾട്ടിലാറ്ററൽ ട്രേഡ് പോളിസീസിൽ നിന്നും എങ്ങോട്ട് പോകുന്നു, പ്രൊട്ടക്ഷനിസത്തിലേക്കും ബൈലാറ്ററലിസത്തിലേക്കും പോകുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇന്ത്യൻ എക്കണോമിക്ക് ഇത് കാരണം ഉണ്ടായിട്ടുള്ളത്. ഇനി ഹൗ ക്യാൻ ദിസ് ചലഞ്ചസ് ബി മെറ്റ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദിസ് പ്രൊട്ടക്ഷനിസം ഇൻ ദ പ്രസന്റ് വേൾഡ്, ആസ് വെൽ ആസ് ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇതൊരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. റീസെന്റ് ആയിട്ടുള്ള പല ഇൻസിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കെതിരെ താരിഫ് എന്ത് ചെയ്തു, വീണ്ടും 50% താരിഫിലേക്ക് എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷനിസ്റ്റ് മൂവ്മെന്റുകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിലാറ്ററലിസത്തിന് പകരം നമ്മൾ ബൈലാറ്ററലിസവും അതുപോലെ തന്നെ ചെറിയ ഫ്രണ്ട് ഷോറിംഗിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇന്ത്യയുടെ ചലഞ്ചസ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രൊട്ടക്ഷനിസ്റ്റ് മെഷേഴ്സ് ലൈക്ക് റീസെന്റ് 50% താരിഫ് ഹൈക്ക് ബൈ US ഓൺ ഇന്ത്യ ആൻഡ് റൈസിംഗ് നമ്പർ ഓഫ് ബൈലാറ്ററൽ ട്രീറ്റീസ്
എസ്പെഷ്യലി ഇന്ത്യ, അതുപോലെ തന്നെ RCP പോലെയുള്ള എന്ത് ചെയ്യുന്ന RCP ഒക്കെ എന്താണ് ഒരു ചെറിയ 3-4-6 കൺട്രീസ് വെച്ച് അവർ എന്ത് ചെയ്യാണ് രാധാ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് ചെറിയ ചെറിയ എഗ്രിമെന്റ്സ് വെച്ച് എന്ത് ചെയ്യുന്നു സൈൻ ചെയ്യുന്നു. ആൻഡ് ഇന്ത്യ മെർക്യൂസർ PTA ആൻഡ് ഷിഫ്റ്റ് ഫ്രം ഫ്രീ ട്രേഡ് ആൻഡ് മൾട്ടിലാറ്ററലിസം ഇൻ ദ ഗ്ലോബൽ എക്കണോമിക് ഓർഡർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉള്ളതെന്നാണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്. സോ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ത്രെട്ടൻ ദി എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യ. അല്ലെ, എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് എന്ത് ചെയ്യും? ത്രെട്ടൻ ആവും. കാരണം US ഒക്കെ താരിഫ് പ്രൊട്ടക്ഷനിസം മൂവ്മെന്റ് കൊണ്ട് വരുന്ന സമയത്ത് യുഎസിന് എന്ത് ചെയ്യും? US ഇപ്പോൾ 50% താരിഫ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ഗുഡ്സ് വിൽ ബി ലെസ് കോമ്പറ്റീറ്റീവ് ഇൻ ദി US മാർക്കറ്റ്. ഓട്ടോമാറ്റിക്കലി ഈ മാർക്കറ്റ് എന്ത് ചെയ്യും? വേറെ ഇതിനെക്കാട്ടും ലെസ് താരിഫുള്ള കൺട്രി, വിയറ്റ്നാം പോലെയുള്ള കൺട്രി അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയുള്ള കൺട്രി എന്ത് ചെയ്യും? ഈ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യും. എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീന്റെ കൊടുക്കാം. ഈ റീസെന്റ് 25 ഹൈക്ക് താരിഫിൽ തന്നെ ഏകദേശം 30% ഓഫ് ഇന്ത്യന്റെ എക്സ്പോർട്ട് US എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട്സുകൾ വന്നിട്ടുണ്ട്. സോ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18% എന്ത് ചെയ്തു? ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ 2025 എന്ത് ചെയ്തു? ആഫ്റ്റർ താരിഫ് വന്നതിന് പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2025 തന്നെ ഡിക്ലൈനിങ് ഓഫ് 18% എന്ത് ചെയ്തു? എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് US കുറഞ്ഞിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് എന്ത് ചെയ്യും? കുറയും എന്നുള്ളതാണ്. കാരണം താരിഫ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ പ്രൈസ് വീണ്ടും എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ളൊരു പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു വീക്കനിങ് ഓഫ് ഗ്ലോബൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രീ ട്രേഡ് എക്കണോമി ഉണ്ടാവുക എന്ന് പറയുന്ന ഇന്ത്യയെ പോലെയുള്ള ലാർജസ്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ പോലെയുള്ള പ്രൊജക്ട്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന, ആത്മനിർഭർ ഭാരത് പോലെയുള്ള പ്രൊജക്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് ലെഡ് എക്കണോമി ആവാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കൺട്രിയായ ഇന്ത്യയെ സംബന്ധിച്ചോളം അതെന്താണ്? വലിയൊരു നീഡാണ് ഒരു ഫ്രീ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് WTO ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള ചലഞ്ചസ് നമ്മൾ നേരിടുന്നു. WTO അപ്ലറ്റ് ബോഡി ഹാസ് ലെഫ്റ്റ് ഇന്ത്യ വിത്ത് നോ എഫക്റ്റീവ് റെക്കോർഡ്സ് ഓൺ ട്രേഡ് ഡിസ്പ്യൂട്ട്. ഇന്ത്യന്റെ പല എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പ്യൂട്ട്സും അപ്ലറ്റ് ട്രിബ്യൂണലിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെൻഡിങ് ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊട്ടക്ഷനിസ്റ്റ് മൂവ്മെന്റ് കാരണമാണ്. അതുപോലെ തന്നെ ദിസ് വിൽ ഇമ്പാക്ട് ഇന്ത്യസ് ഫോറക്സ് റിസർവ് ഇൻഫ്ലോ. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ടിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവന്യൂസ് കുറയുമ്പോൾ നമുക്ക് ട്രേഡിൽ നമുക്ക് വരുന്ന ഇൻഫ്ലോ, ഫോറക്സ് ഇൻഫ്ലോയും അതിനനുസരിച്ച് കുറയും. ദാറ്റ് വിൽ ഇമ്പാക്ട് ഫർദർ അവർ BOP ക്രൈസിസിലേക്കുള്ള അല്ലെങ്കിൽ BOPയെ ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ദാറ്റ് ഈസ് ഓൾസോ എ ചലഞ്ച് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇറ്റ് മേ ലീഡ് ടു സ്ക്യൂഡ് ബെനിഫിറ്റ് ടു വീക്കർ കൺട്രീസ് എന്നുള്ളതാണ്. കാരണം ബൈലാറ്ററൽ ട്രേഡ്സ് എപ്പോഴും ചെയ്യുക, വീക്കർ കൺട്രീസ് എന്ത് ചെയ്യില്ല, ചിലപ്പം ഫ്രണ്ട് ഷോറിങ്ങിന് പോവില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യും? വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റിംഗ് കൺട്രീസ് തമ്മിലായിരിക്കും കൂടുതൽ ബൈലാറ്ററൽ ട്രേഡ്സിൽ വരുന്ന സമയത്തേക്ക് അത് പൊട്ടൻഷ്യലി അത് ബെനിഫിറ്റ് ചെയ്യുന്നത് കൂടുതലും ഡെവലപ്ഡ് കൺട്രികൾക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യ, EU നമ്മൾ ട്രേഡ് എഗ്രിമെന്റ് എന്ത് ചെയ്യാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നു. EU ട്രേഡ് നെഗോഷിയേറ്റ് എഗ്രിമെന്റിൽ അവരുടെ പോളിസീസ് കൂടുതലും ഫേവറിസം ആയിട്ട് ആർക്കായിരിക്കും? EUവിനായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയുടെ പോളിസി അല്ലെങ്കിൽ പോളിസിക്കുള്ള നെഗോസിയേഷൻസിന് എന്തായിരിക്കും? വീക്കർ കൺട്രികൾക്ക് ലെസ് പവർ ആയിരിക്കും. ദാറ്റ് അഗെയിൻ ഹേർട്ട് ദീസ് ഇന്ത്യൻ സെന്റിമെന്റ്സ് ഇൻ ദി മാർക്കറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ UK ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ നമ്മൾ റീസെന്റ് സൈൻ ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി ഇപ്പം RCPയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ജോയിൻ ചെയ്യാതിരുന്നത്? ബിക്കോസ് ദാറ്റ് വിൽ അഗെയിൻ ഇമ്പാക്ട് അവർ ഇന്ത്യൻ ഡയറി സെക്ടർ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് അത് ഇമ്പാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ. സോ ഇങ്ങനെയുള്ള ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസേഴ്സുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വെക്കുമ്പോൾ നമ്മളുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദിസ് ഓൾസോ ലീഡ് ടു ഫ്രാഗ്മെന്റേഷൻ ഓഫ് ട്രേഡ് റൂൾസ്. സി ഇഫ് യു ആർ സൈനിങ് ഡിഫറെന്റ് എഗ്രിമെന്റ് വിത്ത് ഡിഫറെന്റ് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ് പല കൺട്രികളായിട്ട് വെക്കുമ്പോൾ there will be no overlapping of different rules and all these rules leading to a spaghetti balls effect where there will be multiple overlap and you won't understand the clear cut idea നിങ്ങൾക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. That again lead to higher compliance cost for the exporters as well as the importers. So അതെന്ത് ചെയ്യുന്നു? ട്രേഡിന്റെ കോസ്റ്റ് കൂട്ടുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കംപ്ലൈൻസ് ബാൻ MSP സെക്ടറിനൊക്കെ എന്താണ് ഇതൊരു ഡിഫിക്കൽട്ട് പൊസിഷനായി നമുക്ക് പറയാം. അതുപോലെ തന്നെ റൈസിങ് ഇമ്പോർട്ട് കോസ്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷൻസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്. കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ഹയർ താരിഫ് ഇമ്പോർട്ട് കോസ്റ്റും റോ മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ കൂടുന്നു. അങ്ങനെ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നു, പ്രൊട്ടക്ഷനിസം മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇമ്പോർട്ട് കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ലെഡ് ഇൻഫ്ലേഷനിലേക്ക് പോകുന്നു. അത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിക്കുകയും എക്കണോമിയിൽ ഓവറോൾ ഇൻഫ്ലേഷൻ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി ഇന്ത്യന്റെ എനർജിയിലെ ട്രാൻസിഷനും ഗ്രീൻ എനർജി ഹൈഡ്രജൻ മിഷനൊക്കെ ഇത് ബാധിക്കുന്നു. അതുപോലെ തന്നെ മാർജിനലൈസേഷൻ ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ അനദർ ഇഷ്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യും? ഈ
ഫ്രണ്ട് ഷോറിംഗ് ആയിട്ടുള്ള കൺട്രീസ് മാത്രമായിട്ട് അല്ലെങ്കിൽ നിയർ ഷോറിംഗ് ആയിട്ടുള്ള കൺട്രീസ് മാത്രമായിട്ട് സപ്ലൈ ചെയിൻ ഒതുക്കുമ്പോൾ ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യും, ഡിസ്റപ്ഷൻ വരുന്നു. ആൻഡ് ഇന്ത്യ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ, ബട്ട് ഹവർ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ മൂവ്മെന്റുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻവേർഡ് ലുക്കിംഗ് കൺട്രീസ് ആയിട്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഓഫ് ഗ്ലോബൽ വാല്യൂ ചെയിനിലേക്ക് ആഡ് ചെയ്യുന്നതിന് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ലാതാവും. അപ്പൊ കൺട്രീസ് എന്ത് ചെയ്യും, അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കൺട്രീസുകൾ മാത്രമായിട്ട് അവർ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കൺട്രികൾ എക്സ്ക്ലൂഡഡ് ആയി പോകുന്നു. അത് ഇന്ത്യയും എന്ത് ചെയ്യാം, ബാധിക്കാം എന്നുള്ളതാണ്. സോ ആപ്പിൾ ഷിഫ്റ്റിങ്ങിനോ വിയറ്റ്നാം മെക്സിക്കോയിലേക്കൊക്കെ അവരുടെ പ്രൊഡക്ഷനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രോബ്ലം ആണ്. ഇതിനകത്ത് ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ചലഞ്ചസ് ഒക്കെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്പിൾ പോയിന്റ്സ് ഇവിടെ എഴുതാം. ഇവിടെയും പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ആസ്പിരൻസിന് വരില്ല, ഒരുപാട് പോയിന്റ്സ് ഉള്ള ഏരിയ തന്നെയാണ്. സോ റിവൈവിംഗ് മൾട്ടിലാറ്ററൽ എൻഗേജ്മെന്റ്സ് ആണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി നീഡ് ടു ബി എ ലീഡർ ഓഫ് മൾട്ടിലാറ്ററലിസം. ദ മോഡേൺ സൊസൈറ്റി ഏർലിയർ US വാസ് ദ ലീഡർ ഓഫ് മൾട്ടിലാറ്ററൽ സൊസൈറ്റി എങ്കിൽ ഇപ്പൊ എന്തായിരിക്കണം, ഈ സൊസൈറ്റിയിൽ ചൈന ആൻഡ് ഇന്ത്യ ഹാസ് ദ പോസിബിലിറ്റി ടു ബിക്കം ദ ലീഡർ ഓഫ് മൾട്ടിലാറ്ററൽ മൂവ്മെന്റിന്റെ ലീഡർ ആവാൻ പറ്റുമെന്നുള്ളതാണ്. സോ we can push for global reforms of WTO, and we can also act as a leader of global south, since India enjoy the the trust of global south ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഗ്ലോബൽ സൗത്ത് കോയിലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലീഡർഷിപ്പ് റോൾ എടുത്ത് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് നമുക്ക് പ്രസന്റ് ചെയ്യാനും ഒരു ബെറ്റർ റിഫോമിംഗ് ഓഫ് ബോഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ, വി ക്യാൻ ഗോ ഫോർ എ ഡീഡോളറൈസേഷൻ ആസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റുപ്പി ഇന്റർനാഷണലൈസേഷനും അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് നമ്മുടെ ട്രേഡ് എക്സ്ചേഞ്ച് കറൻസീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഡിപ്പെൻഡൻസ് ഒഴിവാക്കാനും ഡിപ്പെൻഡൻസ് കൺട്രോൾ സ്ട്രാറ്റജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ പ്രൊമോട്ട് ട്രേഡ് ഇൻ ലോക്കൽ കറൻസീസ് ചെയ്യാം, റെഡ്യൂസിങ് ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ഇതിനെ കുറയ്ക്കാനും അതുപോലെ പ്രൊമോട്ട് മൾട്ടിപോളാർ എക്കണോമിക് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനും ഇത് സാധിക്കും എന്നുള്ളതാണ്. ഒരു യൂണിപോളാറിൽ നിന്ന് എന്താണ് പ്രസന്റ് സൊസൈറ്റി ഈസ് എ മൾട്ടിപോളാർ സൊസൈറ്റി. സോ ആ മൾട്ടിപോളാർ സൊസൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡോളറൈസേഷൻ മെഷേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ഇന്ത്യ ഓൾറെഡി എടുക്കുന്നുണ്ട്, അത് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ആണ്. ഇന്ത്യ എന്ത് ചെയ്യണം, ഇന്ത്യ ഷുഡ് ബൂസ്റ്റ് ഇറ്റ്സ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ബൈ യൂസിങ് സ്കീം ലൈക്ക് PLI. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്പോർട്ടിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ, അത് അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്, എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ കുറച്ച് ഏരിയയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഹോളിസ്റ്റിക്കലി എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അങ്ങോട്ടൊക്കെ നമ്മുടെ എക്സ്പോർട്സുകൾ എത്തുന്ന രീതിയിലേക്ക് എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ നെറ്റ് ഇമ്പോർട്ടർ ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ് ആയിരുന്നു, ഇപ്പൊ നമ്മൾ നെറ്റ് എക്സ്പോർട്ടർ ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ പ്രൊമോട്ട് ഇന്നോവേഷൻസ് ആൻഡ് സർവീസ് എക്സ്പോർട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പുതിയ ഇന്നോവേഷൻ, ടെക് ഇൻഡസ്ട്രീസ്, ഫിൻടെക്, ഡിജിറ്റൽ ഗ്ലോബൽ ഇൻഡസ്ട്രി, പുതിയ എന്ത് ചെയ്യണം, ടെക് ബേസ്ഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ്, AI ബേസ്ഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് പോകണം. സോ ഓപ്പൺ മാർക്കറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്, അതല്ലെങ്കിൽ UPI റിഫോംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പല കൺട്രികളും ഇപ്പോൾ ഓൾറെഡി സിംഗപ്പൂർ, UAE പോലെയുള്ള കൺട്രികളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു. സോ അത്തരത്തിലുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം എന്ന് പറയാം. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലൈൻസ് നമുക്ക് പറയാം. We need to ensure that better infrastructure, logistical policy എന്ത് ചെയ്യണം, ബെറ്റർ ആവണം. ലോജിസ്റ്റിക്കൽ കോസ്റ്റ് അറ്റ് പ്രസന്റ് it's around 12%, we need to reduce to 9% നമുക്ക് കുറയ്ക്കണം. സോ ലോജിസ്റ്റിക്കൽ കോസ്റ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇപ്പൊ എന്താണ്, we do not have efficient port system, we do not have efficient road system. സോ ഈ ലോജിസ്റ്റിക്കൽ കോസ്റ്റ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും എക്സ്പോർട്ട് കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഓൾറെഡി താരിഫ് കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാരണം, ഡെഫിഷ്യൻസി കാരണമുള്ള കോസ്റ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. അതേപോലെ തന്നെ വി ഓൾസോ നീഡ് ടു ഡൈവേഴ്സിഫൈ അവർ എക്സ്പോർട്ട് മാർക്കറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഗ്ലോബൽ സൗത്ത് കൺട്രീസിനോടും ആഫ്രിക്കൻ കൺട്രീസ്, ബിക്കോസ് ആഫ്രിക്കൻ കൺട്രി is the next biggest market. Okay, India having the largest population, but African country is also a growing market. So it is a biggest market potential in the high demand potential in the. So we should able to tap this potential demand market എന്നുള്ളതാണ്. ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് അണ്ടർ ഇന്ത്യ ആഫ്രിക്ക അല്ലെങ്കിൽ ഗ്രോത്ത് പാർട്ണർഷിപ്പ്, UAE ഒക്കെ പോലെയുള്ള ഗ്രോത്ത് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യണം, നമ്മൾ എൻഷുർ ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. ആൻഡ് വി ഓൾസോ നീഡ് ടു യൂസ് സ്ട്രാറ്റജിക് യൂസ് ഓഫ് ബൈലാറ്ററലിസം, വേരിയസ് ബൈലാറ്ററൽ ട്രേഡ് നെഗോസിയേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ഇന്ത്യ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, മോഡ് 2 മോഡ് 4 നമുക്ക് എന്ത് വേണ്ടത്, കൂടുതൽ റിലാക്സേഷൻ വേണ്ടത്. സോ അത്തരത്തിലുള്ള കൂടുതൽ the bilateral trade which enable people to people movement, so that our population നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് കൺട്രിയിലേക്ക് സ്കിൽഡ് ലേബേഴ്സിന് നമുക്ക് കൊടുക്കാനും എംപ്ലോയ്മെന്റ് ജനറേഷനും അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് റെമിറ്റൻസ് നമുക്ക് നേടാനും പറ്റും. സോ അത്തരത്തിൽ ഇന്ത്യൻ ഫേവറിസം ആയിട്ടുള്ള, ദാറ്റ് ഇസ് ദ സ്ട്രാറ്റജി ഓഫ് പ്രസന്റ് ഗവൺമെന്റ് ഓൾസോ.
So present government എന്ത് ചെയ്യുന്നു, we are only signing the bilateral trade agreement if it is benefiting Indian interest also. So enlightened Indian interest കൂടി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്ന രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. ഇനി ഒരു കൺക്ലൂഷൻ, നിങ്ങൾ ഓൾറെഡി സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ പറയാം. ഇന്ത്യ മസ്റ്റ് അഡോപ്റ്റ് എ വേൾഡ് where free trade is no longer the default and strategic economic diplomacy is the key, and by building domestic capacity, pursuing smart bilateralism and continue to champion fair multilateralism, India can protect the interest and ensure resilient, inclusive and economic growth. And എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അഗൈൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്, ഒരു പാർട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസിഷൻ ഓഫ് ഫാർമേഴ്സ് ഓൺ സെലക്ഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് ചോദ്യം. സോ 150 വേർഡ്സ്, അഗൈൻ 10 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, വി ക്യാൻ സീ എ ഷിഫ്റ്റ് ഫ്രം ഗ്രാജുവൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റേപ്പിൾ കൾട്ടിവേഷൻ ടു ഹൈ വാല്യൂ ഫുഡ്സ് കൾട്ടിവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ വെജിറ്റബിൾ, സ്പൈസസ്, ഫ്ലവേഴ്സ്, മെഡിക്കൽ പ്ലാന്റ്സിലേക്ക് നമ്മൾ പോകുന്നു. അതുപോലെ ഓയിൽ പാംസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ പുഷിംഗ് ദ പോളിസീസ് ഓൾസോ. സോ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ലീഡിംഗ് ടു പീപ്പിൾ, ഫാർമേഴ്സ് ആർ ചൂസിങ് ഹൈ വാല്യൂ ക്രോപ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഫാർമേഴ്സിന് പറയുന്നത്. ബിക്കോസ് their yield നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ബെറ്റർ yield ആണ് കമ്പയർഡ് ടു ട്രഡീഷണൽ ഫാർമേഴ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ഇൻകം ആണ് എന്നുള്ളത് ഒക്കെ പറയാം. അതുകൊണ്ടൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നല്ല, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ചോയ്സസിന് വേണ്ടി ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 2023-24 നോക്കുകയാണെങ്കിൽ ഹൈ വാല്യൂ ക്രോപ്സിനെ കോൺട്രിബ്യൂട്ട് 50% ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. സോ 50% ഓഫ് ടോട്ടൽ വാല്യൂ ഔട്ട്പുട്ട്, അഗ്രികൾച്ചർ ഔട്ട്പുട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹൈ വാല്യൂ ക്രോപ്സ് ആണ്, while occupying less than 25% of the total cropped area. അതിന്റെ അർത്ഥം എന്താണ്, വളരെ ഹൈ പൊട്ടൻഷ്യൽ ആണ്. പ്രൊഡക്ടിവിറ്റി എന്താണ്, കമ്പയർഡ് ടു ട്രഡീഷണൽ ക്രോപ്പിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ട് ഹൈ ട്രഡീഷണൽ അല്ലെങ്കിൽ ഹൈ പ്രൊഡക്ടിവിറ്റി ആണ് ഹൈ വാല്യൂ ക്രോപ്സിനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഡിസിഷൻസ് എന്തായിരിക്കും, ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് പോകാന്നുള്ളതാണ്. സോ ഫസ്റ്റ് പാർട്ട് തന്നെ ആകെ ഒരു പാർട്ട് ചോദിച്ചുള്ളൂ, എന്തൊക്കെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ ഡിസ്കസ് വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹൈ വാല്യൂ ക്രോപ്സിന്. ഒന്നാമത്തെ ഫാക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, ലേബർ അവൈലബിലിറ്റി വൺ ഓഫ് ദ ഫാക്ടർ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡിവൈഡ് ചെയ്ത് എഴുതാം. അതായത് പോളിസി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ദർ ആർ പോളിസി സ്കീംസ് വിച്ച് പ്രൊമോട്ട്, ഇപ്പം ഓയിൽ സീഡ്സിന് വേണ്ടിയിട്ട്, ഓയിൽ പാംസിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഉണ്ട്, അല്ലെങ്കിൽ ടോപ്സ് പോലെയുള്ള സ്കീംസ്, വെജിറ്റബിൾ പ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താ പോളിസി ഇൻഡ്യൂസ്ഡ് എന്താണ്, മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എന്താണ്, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഡിസിഷൻ എന്താണ്, അതുപോലെ തന്നെ നോളജ് ഇൻഫർമേഷൻ, അവൈലബിലിറ്റി ഓഫ് സീഡ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് സെഗ്മെന്റ് ആയിട്ട് ഈ ആൻസർ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വളരെ ജനറൽ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതിനെ സബ് ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആൻസറിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഏരിയയിലും എന്ത് ചെയ്യാൻ പറ്റും, 2 പോയിന്റ് വെച്ച് ഓരോ സബ് ഡിവിഷനിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ആൻസർ. കുറച്ചുകൂടി ഡൈവേഴ്സിറ്റി ആൻസറിൽ നമുക്ക് എന്ത് ചെയ്യും, എക്സാമിനറിന് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ആ ഒരു രീതിയിലേക്ക് ആൻസർ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇവിടെ ഫസ്റ്റ് പോയിന്റിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ലേബർ അവൈലബിലിറ്റി ആണ്. ലേബർ ഇന്റൻസീവ് ക്രോപ്സ് ലൈക്ക് വെജിറ്റബിൾസ് നമുക്ക് പറയാൻ പറ്റും, ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ലെസ് പ്രിഫേർഡ് റീജിയൻസ്, ഇവിടെയൊക്കെ ഔട്ട് മൈഗ്രേഷൻസ് കാരണമുണ്ട്. ഇപ്പൊ ലേബർ ഇന്റൻസീവ് ഗ്രൂപ്പിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻസ്, ലേബർ അവൈലബിലിറ്റി ഇൻ റൂറൽ ഏരിയ ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ലേബർ ഇന്റൻസീവ് ക്രോപ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് സ്വിച്ച് ചെയ്യാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഈസ്റ്റേൺ UP ഒക്കെ മെക്കനൈസ്ഡ് സെറിയൽ ക്രോപ്സ് ഓവർ ലേബർ ഇന്റൻസീവ് ഹൈ വാല്യൂഡ് ക്രോപ്സ് ആണ്. ഇപ്പൊ ഇവിടെ ഹൈ വാല്യൂഡ് ക്രോപ്സ് പ്രിഫർ ചെയ്യാത്ത മേജർ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീഹാർ UP ഏരിയയിലൊക്കെ എന്ത് കിട്ടുന്നില്ല, ലേബറിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ലേബേഴ്സ് എന്താണ് ഗോയിങ് ഔട്ട്. സോ ഓൾറെഡി എന്താണ് ഇവിടെ, ബിക്കോസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് ട്രഡീഷണൽ പ്രൊഡക്ഷനിൽ എന്തുണ്ട്, മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ ദേ ആർ സ്റ്റിൽ ലുക്കിംഗ് അറ്റ് ഓൺ ദി മെക്കനൈസ്ഡ് പ്രൊഡക്ഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഹൈ വാല്യൂലേക്ക് സ്വിച്ച് ചെയ്യാനില്ലാത്ത ഒരു റീസൺ ലേബറിന്റെ അവൈലബിലിറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. ഇനി അനദർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അഗ്രോ ക്ലൈമാറ്റിക് സ്യൂട്ടബിലിറ്റി ആണ്. അഗ്രോ ക്ലൈമാറ്റിക് സ്യൂട്ടബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിലിറ്റി ഓഫ് സോയിൽ, ക്ലൈമറ്റ്, ഇറിഗേഷൻ ഡിറ്റർമിനൻസ് എന്ത് ചെയ്യുന്നു, ക്രോപ്പിന്റെ ചോയ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇപ്പൊ ഗുജറാത്ത്, മഹാരാഷ്ട്ര ഒക്കെ ആണെങ്കിൽ ഹബ്സ് ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട് ആയി. അതുപോലെ തന്നെ പോമോഗ്രാനൈറ്റിന്റെ ഹബ്ബാണ് മഹാരാഷ്ട്ര എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ മഹാരാഷ്ട്രയുടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ പോമോഗ്രാനൈറ്റ് ഒക്കെ ട്രെയിനിലൊക്കെ കൊടുത്തരും. സോ ആക്സസ് ടു ഇറിഗേഷൻ ആൻഡ് വാട്ടർ റിസോഴ്സസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ബിക്കോസ് നമുക്ക് ഹൈ വാല്യൂ ക്രോപ്പിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേറ്റഡ് സിസ്റ്റം ഉണ്ടാവണമെന്നാണ്. സോ ഈ ഒരു ഇറിഗേറ്റഡ് ചെയിൻസ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഫാമേഴ്സ് ഇൻ പഞ്ചാബ്, ഹരിയാന എന്ത് മൈക്രോ ഇറിഗേഷൻ ആക്സസ് ഉള്ളത്
ഉള്ളതുകൊണ്ട് തന്നെ ദേ ആർ സ്റ്റാർട്ടഡ് സ്വിച്ചിങ് ടു ഹൈ വാല്യൂ ക്രോപ്സിലേക്ക്, ഫ്ലവേഴ്സ്, വെജിറ്റബിളിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ ഗവൺമെന്റ് പോളിസീസ്, ഇൻസെന്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ദ ഗവൺമെന്റ് ഈസ് ഇൻസെന്റിവൈസിങ് സം പോളിസി, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് MSP ഫോർ നോട്ട് ട്രഡീഷണൽ ക്രോപ്സ്, അതുകൊണ്ട് കുറെ ഫാമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, MSP ട്രഡീഷണൽ ക്രോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, ട്രഡീഷണൽ സെറിൽസ് മോഡൽ ഫാമിംഗ് രീതിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഇത് പോളിസി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റീസൺസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇഫ് യു ആർ പ്രൊമോട്ടിംഗ് കൂടുതൽ ഹൈ വാല്യൂ ക്രോപ്സിന് പ്രൊമോട്ട് ചെയ്യാണ്, നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഫാമേഴ്സ് വിൽ സ്വിച്ച് ടു ഹൈ വാല്യൂ ക്രോപ്സ് ഓൾസോ. ഓക്കെ, അതർ ദാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി MSP ഇല്ലെങ്കിൽ ബാക്കിയുള്ള സ്കീംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ വാല്യൂ ക്രോപ്സ് ഗവൺമെന്റ് പുഷ് ചെയ്യുന്നുണ്ട്. ദർ യു ക്യാൻ സീ സ്കീംസ് ലൈക്ക് മിഷൻ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഗ്രീൻസ്, അഗ്രികൾച്ചർ എക്സ്പോർട്ട് പോളിസി, പ്രൊമോട്ട് ഹൈ വാല്യൂ കൾട്ടിവേഷൻ. ഇപ്പൊ സിക്കിം ഒക്കെ വലിയുള്ള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് പ്രൊഡക്ഷൻ ആകുമ്പോൾ കംപ്ലീറ്റ് അവർ പോകുന്നു. തെലങ്കാനയിൽ പാം ഓയിലിന്റെ പ്രൊഡക്ഷനിലേക്ക്, ഓയിൽ പാം പോളിസീസിന് കാരണം നമ്മൾ ഓയിൽ പാംസ് എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പോളിസി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് പ്രൈസ് വോൾട്ടാലിറ്റി. ഇപ്പം ഭയങ്കര ഹൈ പ്രൈസ് വോൾട്ടാലിറ്റി, പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഫാർമേഴ്സ് എന്തായിരിക്കും കുറച്ച്, കാരണം അവരെന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ ചിലപ്പോൾ ഫാർമേഴ്സ് ഒക്കെ ഒനിയനൊക്കെ റോട്ടിലേക്ക് ഇട്ട് പോകുന്നൊക്കെ നമ്മൾ കാണുന്നില്ല. സോ ഇത് ഹൈ ഫ്ലക്ച്വേഷൻ ക്രോപ്സ് വരുന്ന സമയത്ത് ഫാർമേഴ്സ് ആർ വെരി റിലുക്റ്റൻസ് ടു സ്റ്റാർട്ട് ഹൈ വാല്യൂ ക്രോപ്സ് ആയിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇപ്പൊ ടൊമാറ്റോന്റെ പ്രൈസിൽ ക്രാഷ് ആവുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഫാമിംഗ് ഡിസ്ട്രസ് കൂട്ടുന്നു. സോ ഫാർമേഴ്സ് ബെറ്റർ ദേ വിൽ ഗോ ഫോർ MSP ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ക്രോപ്സിലേക്ക് അവർ പോകുന്നു, ഹൈ വാല്യൂ ക്രോപ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത്. സോ പ്രൈസ് റിസ്ക് ആൻഡ് പ്രൈസ് വോൾട്ടാലിറ്റി ഈസ് വൺ ഓഫ് ദ ഫാക്ടർ ടു ചൂസ്, എന്താണ് ഇവർ ചൂസ് ചെയ്യോ ഇല്ലോ എന്നുള്ളതിന്റെ ഒരു ഫാക്ടറാണ് അത്. ദെൻ അനദർ പോയിന്റ് ഈസ് ദാറ്റ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് പ്രോഫിറ്റബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ ഹൈ വാല്യൂ ക്രോപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ സിഗ്നിഫിക്കൻ്റ്ലി ഹയർ റിട്ടേൺസ് പെർ ഹെക്ടർ ആണ്. നമ്മൾ പറഞ്ഞു 25% നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ടോട്ടൽ നെറ്റ് ക്രോപ്പ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബട്ട് 50% ഔട്ട്പുട്ട് എവിടെ നിന്നാണ് വരുന്നത്, ഹൈ വാല്യൂ ക്രോപ്പ് ഏരിയയിൽ നിന്നാണ് വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ബെറ്റർ പ്രൊഡക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ അതേപോലെ മാർക്കറ്റിംഗ് കൂടി പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചെയ്യും, അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഹോർട്ടിക്കൾച്ചർ എക്സ്പോർട്ട് റോസ് ടു 14% ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 23-24 ആണ്. സോ ഗൾഫ് കൺട്രി പോലെയുള്ള എന്ത് ചെയ്യുന്നു, കൺട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഹൈ വാല്യൂ ക്രോപ്സിന് നല്ല ഡിമാൻഡാണ്. സോ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ ചൂസ് ടു ഹൈ വാല്യൂ ക്രോപ്സ് ആണ്. അതുപോലെ പ്രൈസ് റിയലൈസേഷൻ ആൻഡ് മാർക്കറ്റ് ആക്സസിബിലിറ്റി അനദർ ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, APMCs ആണ്. സോ APMC ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, പ്രൈസ് റിയലൈസേഷൻ ഒരു പ്രോബ്ലം ആണ്. സോ ദർ ഈസ് എ റെസ്ട്രിക്ഷൻ ഓഫ് സെല്ലിംഗ് goods at the outside market or direct to the customers. So അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈസ് റിയലൈസേഷനും ബെറ്റർ മാർക്കറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ പീപ്പിൾ വിൽ ചൂസ് ഹൈ വാല്യൂ ക്രോപ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം പ്രസൻസ് ഓഫ് കോൾഡ് ചെയിൻ ഉണ്ടാവുക, പ്രോസസിംഗ് യൂണിറ്റ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ ലിങ്കേജസ് ബിറ്റ്വീൻ ഫാർമേഴ്സ് കോൺഫിഡൻസ് കൂട്ടി. ഇപ്പോൾ ആപ്പിൾ, ഹിമാചൽ ഫാക്ടറീസിലൊക്കെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രീസ് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് വിൽ ലീഡ് ടു ബെറ്റർ അഡോപ്ഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ്. ഓക്കെ, അത് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദാറ്റ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് ക്രോപ്പ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. ഈ ഹൈലി റിസ്ക് പ്രോൺ ആണ് ഹൈ വാല്യൂ ക്രോപ്സ് എന്ന് പറയുന്നത്. ഈവൻ മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് റിസ്കുകളുണ്ട്. സോ ഇതിലൊക്കെ നമ്മൾ ഇൻഷുറൻസ്, ബെറ്റർ ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ ബി ഹാവിംഗ്, അല്ലെങ്കിൽ ഫാർമേഴ്സ് വിൽ ബി ഹാവിംഗ് മോർ കോൺഫിഡൻസ് ടു പ്രൊഡ്യൂസ് സച്ച് കൈൻഡ് ഓഫ് ക്രോപ്സ്. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, ആളുകൾ അങ്ങനെയുള്ള ക്രോപ്സിലേക്കൊക്കെ എന്ത് ചെയ്യും, പോകും എന്നുള്ളതാണ്. സോ അണ്ടർ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. സോ എഗെയിൻ ഇവിടെ നമ്മൾ ഒരു പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, സബ്ഡിവൈഡ് ചെയ്യാം. ഇത് ഫൈനലി നിങ്ങൾക്ക് ഒരു വേ ഫോർവേഡ് എഴുതാം. ഹൈ വാല്യൂ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസി ഡിസിഷൻ എടുക്കണം നമുക്ക് പറയാം. വി ക്യാൻ ഇൻട്രൊഡ്യൂസ് MSP ഫോർ ഈവൻ ഹൈ വാല്യൂ ക്രോപ്സിലേക്ക് എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോപ്പർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എൻഷുർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോസ്റ്റ് പ്രീ ഹാർവസ്റ്റ് ആസ് വെൽ ആസ് പോസ്റ്റ് ഹാർവസ്റ്റ് എല്ലാം ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫാം ടു പ്ലേറ്റിന്റെ ദൂരം, അല്ലെങ്കിൽ ഫാം ടു പ്ലേറ്റിലേക്കുള്ള മിഡിൽ മാൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എക്സ്പോർട്ട് അവന്യൂസ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ ഫാർമേഴ്സ് എന്ത് ചെയ്യും, ഹൈ വാല്യൂ ക്രോപ്സിലേക്ക് കൂടുതൽ സ്വിച്ച് ചെയ്യും നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് വിൽ വൺ ഓഫ് ദ ബെനിഫിറ്റ് എന്താണ്, ഫാർമേഴ്സിന് ബെറ്റർ ഇൻകം കിട്ടുമെന്നുള്ളതാണ്. സോ ദെയർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് വിൽ ബി ബെറ്റർ. അതുപോലെ തന്നെ റൂറൽ അഗ്രികൾച്ചർ ഡിസ്ട്രസ് എന്ത് ചെയ്യും, കുറയും എന്നുള്ളത് ഹൈ വാല്യൂ ക്രോപ്സിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ എഴുതാം എന്നുള്ളതാണ്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഫ്രാസ്ട്രക്ചർ, പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു 10 മാർക്കേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇലാബറേറ്റ് ദ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ എന്തിനാണ്, അഗ്രികൾച്ചറിൽ എന്തല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ട്. കാരണം അഗ്രികൾച്ചർ സെക്ടർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാർമേഴ്സിനെ സംബന്ധിച്ചോളം
ഫാമേഴ്സിന് ഇൻപുട്ട് കിട്ടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ സീഡ്സ്, മറ്റ് റോ മെറ്റീരിയൽസ് കിട്ടുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്സസിലേക്ക് കിട്ടുമ്പം മാർക്കറ്റ് ആക്സസിൽ ഡയറക്റ്റ് കൺസ്യൂമർ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. ദർ ആർ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് മിഡിൽ മാൻ ആൻഡ് പോളിസി ഇൻഡ്യൂസ്ഡ് പ്രോബ്ലംസ്, APMC പോലെയുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയസ് മിഡിൽ മാൻ വരുമ്പം മിഡിൽ മാൻസ് ആർ ഗെറ്റിംഗ് മോർ പ്രോഫിറ്റ് കമ്പയർഡ് ടു ഫാർമേഴ്സ് ആൻഡ് ഫാർമേഴ്സ് ആർ നോട്ട് ഏബിൾ ടു ആക്സസ് ദ മാർക്കറ്റ് ഡയറക്ട്ലി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇത് മാർക്കറ്റിനനുസരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് കോൾഡ് സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും പ്രോബ്ലംസ് ഫാർമേഴ്സിന്റെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഉണ്ട് അല്ലേ. സോ വി നീഡ് ടു എൻഷുർ ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫാം ടു പ്ലേറ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. ഈസി ആയിട്ട് എന്ത് ചെയ്യണം, ഫാമിലി പ്രൊഡ്യൂസ് ചെയ്ത് ഫാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, അത് ഈസി ആയിട്ട് കിച്ചണുകളിലേക്ക് എത്തുന്ന രീതിയിൽ, കൺസ്യൂമറുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വളർത്തണം എന്നുള്ളതാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സോ അഗെയിൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇലാബറേറ്റ് ദ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യം. 10 മാർക്കിന്റെ ചോദ്യമാണ്. സോ നമുക്ക് പറയാൻ പറ്റും, India produces over 300 million tons of food grains and it is among the top global producers of fruits, vegetables, dairy, spices ആണ്. പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും 15 to 20% of the fruits are lost, അല്ലെങ്കിൽ it is gone waste because of inefficient supply management എന്നുള്ളതാണ്. സോ നിതി ആയോഗിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം പറഞ്ഞതാണ് ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോസ് ആയി പോകുന്നുണ്ട്. Therefore effective supply chain management എന്താണ്, ക്രിട്ടിക്കൽ ആണ് to reduce the better access to market and reduce the loss and ensure the food security and boost farmers income. അതുകൊണ്ട് എന്താണ്, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇനി സ്കോപ്പ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു അഗ്രികൾച്ചർ സെക്ടേഴ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്. ഒന്ന് പ്രീ ഹാർവസ്റ്റ് ഇന്റഗ്രേഷൻ ആണ്. ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് ദർ സ്കോപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, എക്സ്റ്റൻഷൻ സർവീസസ്, അതായത് നമുക്ക് മിഷനറീസ് അങ്ങനെയുള്ള ബാക്കി അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസസ് അവൈലബിൾ ആയിരിക്കണം. പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡിലിംഗ് നമുക്ക് മാനേജ് ചെയ്യണം. അതുപോലെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് നാംസ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എഫിഷ്യന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫാർമർ ടു മാർക്കറ്റ് ലിങ്കേജസ് നമുക്ക് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ഇപ്പൊ നമുക്ക് എന്തില്ല, ഡയറക്റ്റ് ഫാർമേഴ്സ് ടു മാർക്കറ്റ് ലിങ്കേജസ് ഇല്ല. സോ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യണം, മിഡിൽ മാനിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫാർമേഴ്സിലേക്ക് എത്താൻ പറ്റണം, എക്സ്പോർട്ടേഴ്സിലേക്ക് എത്താൻ പറ്റണം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ITCന്റെ ഈ ചൗപ്പൽസ് സ്കീമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇതെന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ITC എന്ത് ചെയ്യുന്നു, ഫാർമേഴ്സിന് നമുക്ക് സോഴ്സ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ കോൾഡ് ചെയിൻ സ്റ്റോറേജ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്തല്ല, പ്രോപ്പർ ആയിട്ടുള്ള കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ പെരിഷബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ആയിട്ടുള്ള ക്രോപ്സിനൊക്കെ ഇത് കുറെ ലോസ് വരാനുള്ള കാരണമാകുന്നു. സോ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ കോൾഡ് ചെയിൻ ഒക്കെ തുടങ്ങാനുള്ള സ്കീംസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഗാ ഫുഡ് പാർക്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിൽ ഓപ്പറേഷൻ ഗ്രീൻസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുന്നു, എയിം ടു ബിൽഡ് ചെയിൻസ് സപ്ലൈ ചെയിൻ ഫോർ ടോപ്സ്. അതുപോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ ക്രോപ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അല്ലെങ്കിൽ വെജിറ്റബിൾ ക്രോപ്സിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഓൾസോ നീഡ് ടു എൻഷുർ, സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ ആൻഡ് ട്രേസബിലിറ്റീസ് ആണ്. ബേസിക്കലി എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, എസ്പെഷ്യലി വെൻ വി ആർ എക്സ്പോർട്ടിംഗ് ടു ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് യൂറോപ്പ് പോലെയുള്ള കൺട്രീസിൽ ദർ സ്റ്റാൻഡേർഡ് ഓഫ് എന്താണ് സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്, അതായത് നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്താണ് ഈ രാജ്യങ്ങളിൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് എൻഷുർ ദ മിനിമം ക്വാളിറ്റി. അല്ലെങ്കിൽ എന്താ, നമ്മൾ കണ്ടിട്ടില്ല EU എന്നൊക്കെ മാംഗോസ് ഒക്കെ റിജക്ട് ചെയ്ത് വരുന്നത്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് വലിയൊരു ഹ്യൂജ് ലോസിലേക്ക് പോകും. സോ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് എൻഷുർ ചെയ്യണം, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, സോ ദാറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യില്ല, റിജക്റ്റഡ് ആവില്ല. അതുപോലെ തന്നെ ടൈംലി ഡെലിവറി ഓഫ് അഗ്രികൾച്ചർ എക്സ്പോർട്സ് നമുക്ക് പറയാം. പപ്പയുടെ എന്ത് ചെയ്യുന്നത്, അഗ്രി എക്സ്പോർട്ട് ഹബ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ട്രേസബിലിറ്റി ഫോർ മാംഗോസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആണ്. എപ്പോഴും എന്ത് ചെയ്യും, ഈ ഇതിനകത്ത് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കീടനാശിനി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് EU എന്ത് ചെയ്യും, റിജക്ട് ചെയ്ത് വിടുന്ന ഒരു ഏരിയ ആണ്. സോ റോൾ ഓഫ് അഗ്രി ടെക് ഡിജിറ്റലൈസേഷൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മൊബൈൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിയൽ ടൈം മോണിറ്ററിങ്ങിനും ലോജിസ്റ്റിക്കൽ ട്രാൻസ്പെറൻസിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അഗ്രി സ്റ്റാക്ക്, കിസാൻ റെയിൽ, ടെക് എനേബിൾഡ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ സിഗ്നിഫിക്കൻസ് ഫോർ അഗ്രികൾച്ചർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്, ഫസ്റ്റ് നമ്മൾ എഴുതിയ സ്കോപ്പാണ്. രണ്ടാമത് എന്തൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് വിൽ ഹെൽപ്പ് ഇന്ത്യ ടു വൈ വി നീഡ് എ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഇസ് ദാറ്റ് വി നീഡ് ടു അവർ ടാർഗറ്റ് ഓഫ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് എന്ന് പറയുന്നതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, $100 billion ആണ്. സോ $100 billion എന്ന് പറയുന്ന പ്രസന്റ് നമ്മൾ എത്ര എത്തി, $51 billion ആണ്. സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് ടാർഗറ്റ്.
മോർ ദാൻ ഡബിൾ അല്ലെ, ഓൾമോസ്റ്റ് എന്താണ് നമുക്ക് 100% ഇംപ്രൂവ്മെന്റ് ഓൾമോസ്റ്റ് വരേണ്ട ഒരു ടാർഗറ്റ് ആണ്. സോ ടു അച്ചീവ് ദാറ്റ് പർട്ടിക്കുലർ ടാർഗറ്റ് വി നീഡ് ടു ഹാവ് എ പ്രോപ്പർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ടു എൻഷുർ ദാറ്റ് ലോസ് ഇല്ലാതെ, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഫാം ടു പ്ലേറ്റ് എത്തണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ എൻഹാൻസിങ് ഫാമേഴ്സ് ഇൻകം. ഇഫ് എ പ്രോപ്പർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ വേസ്റ്റ് കുറയും, മിഡിൽ മാൻ്റെ എണ്ണം കുറയും, ഓട്ടോമാറ്റിക് എക്സ്പോർട്ട് പോസിബിലിറ്റീസ് കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യും, ബെറ്റർ ഇൻകം ജനറേഷൻ തെറ്റുന്നതാണ്. ഇംപ്രൂവിംഗ് പ്രൈസ് റിയലൈസേഷൻ ത്രൂ അഗ്രിഗേഷൻ, ക്വാളിറ്റി വരും, മാർക്കറ്റ് ആക്സസ് കിട്ടും. FPOs ലൈക്ക് സഹ്യാദ്രി ഫാംസ് ഹെൽപ്പ് ടു ഫാമേഴ്സ് ഏൺ ഹൈ മാർജിൻ ത്രൂ ദ കളക്റ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. സോ ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ എനേബിളിംഗ് റൂറൽ എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസസ്. ബേസിക്കലി സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോപ്പർ ആകുമ്പോൾ പുതിയ ലോജിസ്റ്റിക്കൽ സെക്ടേഴ്സ് വരുമ്പോൾ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെന്ത് ചെയ്യും, നോൺ അഗ്രികൾച്ചർ ഇൻകം റൂറൽ ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അഗ്രികൾച്ചർ റൂറൽ ഡിസ്ട്രസ് കുറയ്ക്കാനും ഈ ഔട്ട് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയ തന്നെ കുറയാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അഗ്രികൾച്ചർ സർവീസസ് ഒക്കെ റൂറൽ ഏരിയയിൽ ടെക്നോളജിക്കൽ അഗ്രികൾച്ചറിന്റെ വൺ ഓഫ് ദ പ്രോബ്ലം എന്താണ്, ദർ ഇസ് എ ടെക്നോളജിയിൽ ഫട്ടീഗ്. സോ ടെക്നോളജി എന്നല്ല പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോബ്ലം അഗ്രികൾച്ചർ സെക്ടേഴ്സിലൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ബെറ്റർ ഹാവിംഗ് ബെറ്റർ അഗ്രികൾച്ചർ പോളിസീസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ റെഡ്യൂസിങ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അറൌണ്ട് 15 to 20% ആർ ലോസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ് നിതി ആയോഗിന്റെ റിപ്പോർട്ട്. സോ ഈ ഒരു ലോസ് നമുക്ക് ആനുവലി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ വി ഹാവ് എ ബെറ്റർ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ എൻഡ്യൂറിംഗ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ത് ചെയ്യും, എൻകറേജിംഗ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, റാദർ ദാൻ ലോ വാല്യൂ ക്രോപ്പിൽ നിൽക്കാതെ അവർ ഹൈ വാല്യൂലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹൈ വാല്യൂലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് ചെയ്യും, ബെറ്റർ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ പോസിബിലിറ്റി ഓഫ് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ്. ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം ഇതൊക്കെ പോസിബിൾ ആണ്. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇസ് ദാറ്റ് ദിസ് വിൽ ഓൾസോ എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ബിക്കോസ് ഈ വേസ്റ്റേജ് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ആളുകളിലേക്ക് പെട്ടെന്ന് ലോ കോസ്റ്റ് കൺസ്യൂമേഴ്സിനും വലിയ ഗുണങ്ങളുണ്ട്. ബിക്കോസ് മിഡിൽ മാൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്താണ്, മിഡിൽ മാൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമേഴ്സിന് ലെസർ കോസ്റ്റിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആവും. സോ ദാറ്റ് വിൽ again help the consumers with respect to food supply chain management in agriculture വന്നു കഴിഞ്ഞാൽ. So that is the significance why it should implement എന്നുള്ളതാണ്. ഓക്കെ, ഇനി കൺക്ലൂഷൻ്റെ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ടാർഗറ്റ് ഓഫ് ഡബിളിംഗ് ഫാർമേഴ്സ് ഇൻകം. ദോ വി മിസ് ദ ടാർഗറ്റ് ഇയർ, ഇറ്റ് വാസ് 2022 ആയിരുന്നു. സോ ഹവർ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഡബിൾ ദി ഫാർമേഴ്സ് ഇൻകം. അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ, അതുപോലെ തന്നെ ഗ്ലോബൽ അഗ്രികൾച്ചർ കോമ്പറ്റീറ്റീവ്നെസ് ഇന്ത്യക്ക് കൊണ്ടുവരണം. അഗ്രികൾച്ചർ ഇന്ത്യയിൽ എക്സ്പോർട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇതിനൊക്കെ എന്ത് വേണം, നമുക്ക് FRPM പോലെയുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പോലെ എന്ത് ചെയ്യണം, FPOs ഒക്കെ നമുക്ക് വേണം. സോ ആ രീതിയിലുള്ള റെക്കമെൻഡേഷനും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചറിന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇത് പോസിബിൾ ആണ്, ദിസ് ഈസ് റെലവെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനും കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദി 10 മാർക്കർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ 15 മാർക്കർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 15 മാർക്കർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നിതി ആയോഗിന്റെ റീസെന്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്, ഏപ്രിൽ വന്നുള്ള റിപ്പോർട്ടാണ് ബേസിക്കലി. So the question is, explain how the physical health index can be used as a tool for assessing the physical performance of state in India. In what way would it encourage the state to adopt prudent and sustainable physical policy എന്നുള്ളതാണ്. So first part of the question നോക്കുകയാണെങ്കിൽ, explain how the physical health index can be used as a tool to assessing the physical performance of state in India. ഇത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് സ്റ്റേറ്റ്സിന്റെ ഫിസിക്കൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടി ഈ ടൂള് FHI എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട്, അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്താണ്, ഇൻ വാട്ട് വേ ഇറ്റ് വുഡ് എൻകറേജ് ദ സ്റ്റേറ്റ് ടു അഡോപ്റ്റ് എ പ്രൂഡന്റ് സസ്റ്റൈനബിൾ ഫിസിക്കൽ പോളിസി. രണ്ടാമത്തെ ഇത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിനെ പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ പോളിസി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 മാർക്കിലാണ്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഓൾറെഡി പ്രിലിംസിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡിഫിക്കൽട്ടി ഇതിനകത്ത് ഉണ്ടാവില്ല. ഓൾറെഡി നമ്മൾ പഠിച്ചു പോകേണ്ട ഏരിയ തന്നെയാണ്, പ്രിലിംസിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. സോ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നിതി ആയോഗിന്റെ ഇൻഡെക്സ് ആണ്. ആസ് പെർ ദ ഫിസിക്കൽ ഹെൽത്ത്, വൈ ദിസ് ഇസ് വെരി റെലവെന്റ് ബിക്കോസ് നിങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ 2/3 ഓഫ് ടോട്ടൽ പബ്ലിക് എക്സ്പെൻഡിച്ചറും വരുന്ന സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ റവന്യൂ പക്ഷേ ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൺലി 1/3 ഓഫ് ദ റവന്യൂ മാത്രമേ ആര് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് 2/3 ഓഫ് ടോട്ടൽ ഇന്ത്യയിലുള്ള എക്സ്പെൻഡിച്ചർ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്സിന്റെ നിന്നാണ് ഓൺലി 1/3 ഇറ്റ്സ് കമ്മിങ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സോ ഇതാണ് ഒരു എക്സ്പെൻഡിച്ചർ പാറ്റേൺ വരുന്നത്. പക്ഷെ റവന്യൂ നോക്കിക്കാൻ നിങ്ങൾ ഓൺലി 1/3 ഇസ് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ബൈ 2/3 ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സെൻട്രൽ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കലി എന്ത് സ്റ്റേറ്റ്സിന്റെ ഫിസിക്കൽ ഹെൽത്ത് വീക്ക് ആണെന്നുള്ളതാണ് അർത്ഥം. സോ ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതിനകത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്ന ഒഡീഷയ്ക്കാണ്. കേരളമൊക്കെ തേർഡ് ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാലോ കേരളത്തിലെ ഫിസിക്കൽ ഹെൽത്ത് അത്ര നല്ലതല്ല. സോ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒഡീഷ is first rank, then Goa, Maharashtra, these states are better performing with respect to physical health. So ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ യൂസിങ് ദ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ടു അസസ് ഇന്ത്യൻ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അസസ് എങ്ങനെയാണ് സ്റ്റേറ്റിനെ അസസ് ചെയ്യാന്ന് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് ആസ്പെക്ട് ഈസ് ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി ആണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, GDP-യിലെ GSDP റേഷ്യോ. സോ ദാറ്റ് മീൻസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഡെപ്റ്റ് ടു GSP റേഷ്യോ ആണ് നോക്കുന്നത്. ഓക്കെ, സോ ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആണോ? അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് എടുത്തിരിക്കുന്ന ഡെപ്റ്റ് ആ സ്റ്റേറ്റിന് തന്നെ സർവീസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് മീൻസ് വാട്ട് എവർ ഡെപ്റ്റ് സ്റ്റേറ്റ് ഈസ് ടേക്കിംഗ്, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന് അറ്റ്ലീസ്റ്റ് 7% അല്ലെങ്കിൽ 8% ഗ്രോത്ത് ഉണ്ടോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആണ് അല്ലേ? കാരണം 6% ഇൻട്രസ്റ്റ് റേറ്റിന് ഡെപ്റ്റ് എടുക്കുന്നു, 8% ഗ്രോത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെപ്റ്റ് ഇവിടെ സർവീസ് ചെയ്ത് പോകാൻ പറ്റും. ഹിയർ ഡെപ്റ്റ് ഈസ് കൺസിഡർ ആസ് എ സർവീസബിൾ ഡെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ദിസ് വിൽ ഓൾസോ എൻഷുർ ദാറ്റ് കമ്പാരിറ്റീവ് അനാലിസിസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു FHI ഇൻഡെക്സ് കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റേറ്റ്സും തമ്മിലുള്ള ഫിസിക്കൽ മാനേജ്മെന്റ്, ഫിസിക്കൽ പ്രുഡൻസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യാനും എവിടെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ഫെഡറലിസം എൻഷുർ ചെയ്തിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എൻഷുർ ചെയ്തിട്ട് ബെറ്റർ പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് റവന്യൂ ജനറേഷൻ ആൻഡ് മൊബിലൈസേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ FHI-യിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിന് എത്രത്തോളം സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്സിന്റെ ടാക്സ് ബോയൻസി എത്രയാണ്, ഗ്രോത്തിനനുസരിച്ച് ടാക്സ് റവന്യൂ കളക്ഷൻ കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ടാക്സ് ജനറേഷൻ റവന്യൂസ് എന്തൊക്കെ വരുന്നുണ്ട്. സോ ഈ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പെർഫോമൻസ് അസസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാക്കെയാണ് സ്റ്റേറ്റ് ടാക്സ് റവന്യൂ, ഓൺ ടാക്സ് റവന്യൂ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ബെറ്റർ സ്റ്റേറ്റ് ടാക്സ് ഓൺ റവന്യൂസ് എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ദിസ് വിൽ ഓൾസോ എൻഷുർ ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് എന്ത് ചെയ്യണം? കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. സോ ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്ന സ്റ്റേറ്റുകൾ എന്താണ്? ഒഡീഷയൊക്കെ വൺ ഓഫ് ദ ലാർജസ്റ്റ്, ഏറ്റവും മേജർ പോർഷൻ എന്തിലാണ് പോകുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് പോകുന്നത് എന്നുള്ള സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒഡീഷയ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് അത് എന്ത് ചെയ്യും? അതിന്റെ ഒരു ക്വാളിറ്റി ഓഫ് സ്പെൻഡിങ് അസസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. സോ എങ്ങനെയാണ്, എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്? ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ടാണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളത് മനസ്സിലാവും. ഫിസിക്കൽ പ്രുഡൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അസസിംഗ് ദ ബഡ്ജറ്ററി ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഡെഫിസിറ്റ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ്, FRM ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് ചെയ്യുന്നുണ്ടോ? FRMA ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ടോ സ്റ്റേറ്റ് എന്നുള്ളത് നോക്കാൻ പറ്റും. സോ അതേപോലെ തന്നെ ഡെപ്റ്റ് മാനേജ്മെന്റ്, സോ സ്റ്റേറ്റിന്റെ ഡെപ്റ്റ് ടു GSDP റേഷ്യോ, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ബേർഡൻസ്, കപ്പാസിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു? എൻഷുർ ചെയ്യുന്നു. So these are the way we can use the indicators. ഇതേ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് എന്തിലും FHI-യിൽ വരുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന്റെ ഈ പെർഫോമൻസ് ഒക്കെ അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഇൻ എൻകറേജിംഗ് പ്രൂഡന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഫിസിക്കൽ പോളിസി എമോങ് സ്റ്റേറ്റ്. എങ്ങനെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് സ്റ്റേറ്റിനെ ബെറ്റർ ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ആസ്പെക്ട് ഈസ് ദാറ്റ് ദിസ് വിൽ of course promote the competitive federalism അല്ലേ? അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ്സുകൾ തമ്മിൽ കമ്പാരിസൺ വരുന്ന സമയത്ത് there will be a ranking system, so that will lead to a competitive federalism. So automatically ബാക്കി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യും? ഇതുപോലെയുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യാനും ഈ രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ടി ശ്രമിക്കും. സോ ദാറ്റ് ഈസ് എ ബെറ്റർ മോഡൽ. ഇനി ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ദിസ് വിൽ എൻകറേജ് ഹെൽത്തി കോമ്പറ്റീഷൻ എമോങ് ദ സ്റ്റേറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ പ്രൊമോട്ട് ഒപ്റ്റിമൽ റിസോഴ്സസ് അലോക്കേഷൻ ആണ്. ബേസ്ഡ് ഓൺ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറും പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അസസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോകുന്നതും എത്രത്തോളം റവന്യൂ എക്സ്പെൻഡിച്ചർ പോകുന്നതും അസസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ബെറ്റർ ആവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏത് സ്റ്റേറ്റിനാണ് കൂടുതൽ നമുക്ക് ഫണ്ട് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം സ്ട്രഗിളിംഗ് ആയ
സ്റ്റേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇംപ്രൂവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നാണ്. ബിക്കോസ് ദിസ് വിൽ പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇത് ബെറ്റർ ഇൻഡെക്സ് ആവുന്നത് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സ്റ്റേറ്റ് എന്ത് ചെയ്യല്ല, സെൻട്രലിൽ ഡിപ്പെൻഡഡ് അല്ല, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റാങ്കിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ടാക്സ് റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആവും സ്റ്റേറ്റ്. സോ ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക്കൽ ഒരു ബാലൻസ് കൃത്യമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സും എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അതിന്റെ എക്കണോമി മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. സോ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് ബൈ സ്റ്റേറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസെന്റിവൈസിങ് സസ്റ്റൈനബിൾ വെൽഫെയർ സ്കീംസ്, നമ്മൾ വെറുതെ എന്ത് ചെയ്യാണ്, അല്ല വേസ്റ്റ്ഫുൾ ആയിട്ട് ഫണ്ട് ചിലവാക്കല്ല, നമ്മൾ എന്ത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വെൽഫെയർ സ്കീംസ് കൊടുക്കുന്നു, ലോങ് ടൈം ആയിട്ടുള്ള ഫിസിക്കൽ സസ്റ്റൈനബിലിറ്റി കൂടി എൻഷുർ ചെയ്തിട്ടുള്ള സ്കീംസിലേക്ക് പോകുന്നു. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാനും അതുപോലെ വെൽഫെയർ സ്കീംസിനെ റാഷണലൈസ് ചെയ്യാനും ഈ ഒരു പർട്ടിക്കുലർ പോളിസി എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻഫോംഡ് പോളിസി ഡിസിഷൻസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് കൃത്യമായിട്ടുള്ള ഒരു ക്വാണ്ടിഫയബിൾ ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, എവിടേക്കാണ് പ്രോബ്ലംസ് ഉള്ളത്, എവിടെയാണ് ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആണോ അല്ലയോ. സോ ദിസ് ഫിസിക്കൽ പ്രുഡൻസ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ് ചെയ്യുന്നതിന്റെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യും, അത് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് സ്റ്റേറ്റ് ടു മെയിൻറ്റെയിൻ ഹെൽത്തി ഫിനാൻസ് ഫോർ എ ഗ്രേറ്റർ സപ്പോർട്ട്. ഇപ്പം FCA വെച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെറ്റർ ടാക്സ് റിഫോംസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഇൻകം കിട്ടുമ്പം ഓട്ടോമാറ്റിക്കലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യും, ബെറ്റർ പോളിസി കംപ്ലയൻസിലേക്ക് വരും. അതുപോലെ ദിസ് ഈസ് ഓൾസോ എൻഷുർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഫണ്ട് പ്രോപ്പർ ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ട്രാൻസ്പെറൻസി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അപ്പം അത് ഓട്ടോമാറ്റിക്കലി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പീപ്പിൾ എന്ത് ചെയ്യും, അത് അക്കൗണ്ടബിൾ ആക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം മിനിസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഫണ്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ പീപ്പിൾ വിൽ ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സോ പബ്ലിക് ഡിസ്കോഴ്സ് എന്ത് ചെയ്യും, ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ദിസ് വിൽ ഓൾസോ എൻഷുർ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും. ഇപ്പോൾ ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത് ഉള്ള സ്റ്റേറ്റിലേക്കാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ അട്രാക്റ്റഡ് ആവും. കാരണം അവിടെ എന്താണ്, കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്, കൂടുതലായിട്ട് അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ലോജിസ്റ്റിക്കൽ കോസ്റ്റ് കുറയും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ബെറ്റർ ഇൻഡിക്കേറ്റർ ഫോർ ഇൻവെസ്റ്റർ ആണ്. സോ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ദിസ് വിൽ സ്റ്റേറ്റിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റിനെ ഇത് വെച്ചിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ points you can mention. Then you can also make a conclusion that coupling with the financial health index, reforms linked with the incentivizing institutional mechanism, finance commission അല്ലെങ്കിൽ GST പോലെയുള്ള കൗൺസിലൊക്കെ ബെറ്റർ എന്ത് ചെയ്യണം, ഫിസിക്കൽ ഡിസിപ്ലിൻ സ്റ്റേറ്റിൽ എൻഷുർ ചെയ്യണം. സോ ദാറ്റ് ഓവറോൾ എക്കണോമിക് ഗ്രോത്തിന് സ്റ്റേറ്റിന്റെ റോൾ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് 15 മാർക്ക് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ വെരി എക്സ്പെക്ടഡ് ലൈൻ ആണ്, ട്രഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ എപ്പോഴും എന്താണ് PLI എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് നോട്ട് വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഡിസ്കസ് ദ rationale ഓഫ് ദി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ആൻഡ് വാട്ട് ആർ ഇറ്റ് ഈസ് അച്ചീവ്മെന്റ്, ഇൻ വാട്ട് വേ ക്യാൻ ദ ഫംഗ്ഷനിങ് ആൻഡ് ഔട്ട്കം ഓഫ് ദ സ്കീംസ് ബി ഇംപ്രൂവ്ഡ്. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്, ഡിസ്കസ് ദ rationale ഫോർ ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, എന്താണ് ഇതിന്റെ rationale എന്താണെന്ന് പറയാനാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് അച്ചീവ്മെന്റ്, സെക്കൻഡ് പാർട്ട് അച്ചീവ്മെന്റ്സ് പറയുന്നു. ആൻഡ് തേർഡ് ഇത് എങ്ങനെയാണ്, വാട്ട് ഇറ്റ് ഫംഗ്ഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ ഔട്ട്കം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഈ സ്കീമിന്റെ എന്നുള്ളതാണ് ചോദ്യം. സോ PLI സ്കീംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് എന്താണ്, സോ ഇൻസെന്റിവൈസിങ് ദി അഡീഷണൽ പ്രൊഡക്ഷൻ അല്ലെ. മറ്റ് സ്കീംസിനെ സംബന്ധിച്ചോളം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ വർഷം 2022 ഞാൻ 500 മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, 2023 ഞാൻ എന്ത് ചെയ്യുന്നു, 600 മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100 മൊബൈൽ ഫോണിനെ ഇൻസെന്റിവൈസ് കിട്ടുന്നു. സോ ദർ ഈസ് ഇൻസെന്റിവൈസ് ഓൺലി ഇഫ് ഐ ആം ഏബിൾ ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. സോ അവിടെ അതിന്റെ ഗുണം എന്താണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ ബെറ്റർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബെറ്റർ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ബെറ്റർ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബെറ്റർ ഇൻകം, ബെറ്റർ ഡിമാൻഡ്, ബെറ്റർ എക്കണോമിക് ഗ്രോത്ത്. അതുപോലെ തന്നെ ദിസ് വിൽ ഓൾസോ എൻഷുർ ആത്മനിർഭർ ഭാരത്, ഓൾസോ എൻഷുർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ലെഡ് എക്കണോമിയിലേക്ക് മാറാനും പറ്റും. ദീസ് ആർ ദ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ് വിത്ത് റെസ്പെക്ട് ടു PLI ആൻഡ് ഇറ്റ്സ് എ ട്രഡീഷണൽ ടോപ്പിക്, യു വിൽ ബി നോയിങ് ഇറ്റ്. സോ എന്താണ് rationale എന്ന് പറയുന്നതിന്റെ ബേസിക്കലി എന്താണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ വൈ വി നീഡ് റാഷണാലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. വൺ ഈസ് ദാറ്റ് ഡൊമസ്റ്റിക്, ഇറ്റ് വിൽ ബൂസ്റ്റ് ദി ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യസ് മാനുഫാക്ചറിങ് ഷെയർ അറ്റ് പ്രസന്റ് എന്താണ് 16% to 17% ഉള്ളൂ. സോ വി നീഡ് ടു ഇംപ്രൂവ് ദിസ് മാനുഫാക്ചറിങ് കോൺട്രിബ്യൂഷൻ എന്താണ് 25% ആക്കണം എന്നുള്ളതായിരുന്നു 2020 PLI തുടങ്ങിയപ്പോൾ ടാർഗറ്റ്. ഓക്കെ,
സോ വി ഹാവിൻ അച്ചീവ് ദ ടാർഗറ്റ്, ബട്ട് ദ ടാർഗറ്റ് അതിൻ്റെ റാഷണാലിറ്റി എന്താണ്, വി നീഡ് ടു ഇംപ്രൂവ് അപ് ടു 25% എത്തിക്കുക ബൈ 2025 ആകുമ്പോഴേക്കും. അതേപോലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് റിലയന്റ് ആവുക, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് നമ്മൾ കുറയ്ക്കുക, നമ്മൾ കൂടുതൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആത്മനിർഭർ ഭാരതിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതായിരുന്നു. ആഫ്റ്റർ കോവിഡിന് ശേഷം ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് ആയിരുന്നു ബിക്കോസ് ഓഫ് സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ. സോ ഇമ്പോർട്ടഡ് ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. സോ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ലൈക്ക് ഫാർമ സെക്ടേഴ്സ്, API, ഇലക്ട്രോണിക്സ്, സോളാർ മൊഡ്യൂൾസിലൊക്കെ എന്ത് ചെയ്തു, നമ്മൾ കോവിഡിന്റെ സമയത്ത് വൾണറബിൾ ആയിരുന്നു. സോ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ആർ വാണ്ടഡ് ടു റെഡ്യൂസ് ദി ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എന്ന് നമുക്ക് പറയാം. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ദി എക്സ്പോർട്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് എയിം ടു ഷിഫ്റ്റ് ദി ഇന്ത്യാസ് എക്സ്പോർട്ട് ഫ്രം റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഐറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹൈ വാല്യൂ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, വെറും റോ മെറ്റീരിയൽ സപ്ലയേഴ്സ് മാത്രമല്ലാതെ ഹൈ വാല്യൂ മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് നമ്മൾ പോവുക എന്നുള്ളത്. അതിൽ മൊബൈൽ ഫോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, മൊബൈൽ നമ്മൾ എന്തായിരുന്നു, നെറ്റ് ഇമ്പോർട്ടർ ആയിരുന്നു. ഇപ്പം എന്ത് ചെയ്യുന്നു, 99% ഓഫ് ദ മൊബൈൽസ് സോൾഡ് ഇൻ ഇന്ത്യ ആക്ച്വലി പ്രൊഡ്യൂസ് ഡൊമസ്റ്റിക്കലി എന്നുള്ളതാണ്. സോ ഇതുപോലെയുള്ള സ്കീംസ് ഒക്കെ തുടങ്ങുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇവിടെ ബെറ്റർ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് നമ്മളിവിടെ കൊടുക്കുമ്പം അതിന്റെ ഭാഗമായിട്ട് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനും ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഇത് പറ്റും എന്നുള്ളത് വൺ ഓഫ് ദി അതർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് വരും, ബെറ്റർ FDIs വരും. ഓക്കെ, ഇതൊക്കെ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് വിഷൻ ഓഫ് ആത്മനിർഭർ ഭാരത് ഓൾറെഡി പറഞ്ഞു, 5 ട്രില്യൺ എക്കണോമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ എൻഹാൻസ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. ഇപ്പൊ ബെറ്റർ പ്രൊഡക്ഷൻ രീതി ഇവിടെ വരുവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ചീപ്പ് പ്രൊഡക്ഷൻ എത്താൻ പറ്റുന്നു. സോ മാസ് പ്രൊഡക്ഷൻ വിൽ ലീഡ് ടു ചീപ്പ് പ്രൊഡക്ഷൻ. ആ ചീപ്പ് പ്രൊഡക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൂടുതലായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുകയും ഗ്ലോബൽ മാർക്കറ്റ് പ്ലെയർ ആവാനും പറ്റും. അതുപോലെ ദിസ് വിൽ ഓൾസോ ക്രിയേറ്റ് ജോബ് ക്രിയേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. പുതിയ ഇതാണ് ഇതിനകത്ത് എന്താണ്, ഇൻസെന്റിവൈസിംഗ് ദ ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ ആണ്. സോ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എംപ്ലോയ്മെന്റും അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ അച്ചീവ്മെന്റ്സ് ഓഫ് ആത്മനിർഭർ ഭാരത് ഇൻ ദ ലാസ്റ്റ് 5. സോ ദിസ് ഇസ് വെരി എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. 2020 തുടങ്ങി 2025 ആയി. സോ എവറി ടൈം UPSC ഇങ്ങനെയുള്ള എക്കണോമിക്കൽ സ്കീംസിൽ 5 ഇയേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു അസസ്മെന്റ് എടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെയുള്ള സ്കീംസിന്റെ അസസ്മെന്റുകൾ നോക്കിയിട്ട് വേണം നിങ്ങളും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും 5 ഇയർ പോളിസീസ് ഉണ്ടോ, 10 ഇയർ ആവുന്ന എന്തെങ്കിലും പോളിസീസ് ഉണ്ടോ, അതിന്റെ അസസ്മെന്റ് എന്ത് ചെയ്യാറുണ്ട്, UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി അച്ചീവ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സിന്റെ അച്ചീവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പ്രൊഡക്ഷൻ ഇൻ സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ബിക്കം ദ സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസർ ആയിട്ട് എന്ത് ചെയ്തു, പ്രൊഡ്യൂസർ ആൻഡ് മാനുഫാക്ചർ ആയിട്ട് നമുക്ക് മാറി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് എക്സ്പോർട്ടിംഗ് മൊബൈൽ ഫോൺ ടു അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ആഫ്രിക്ക, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പല കൺട്രികളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അനദർ അച്ചീവ്മെന്റ് ഈസ് ജോബ് ക്രിയേഷനിലാണ്. ജോബ് ക്രിയേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൌട്ട് 9.5 lakh ജോബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിൽ ബൂസ്റ്റഡ് എംപ്ലോയ്മെന്റ് ഗുജറാത്ത്, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എൻഹാൻസ്ഡ് എക്സ്പോർട്സ് ആണ്. എക്സ്പോർട്സ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി കൂടി. സോ എക്സ്പോർട്ട് പ്രൊഫൈൽ ഷിഫ്റ്റ് ഫ്രം ടുവേർഡ്സ് ഹൈ വാല്യൂ ഗുഡ്സിലേക്ക് മാറിയിട്ടുണ്ട്, റോ മെറ്റീരിയൽ നിന്ന് മാറിയിട്ട്. സോ എക്സ്പോർട്സ് വെച്ചിട്ട് 15 ബില്യൺ, മൊബൈൽ ഫോണിന്റെ എക്സ്പോർട്സ് മാത്രം നോക്കുകയാണെങ്കിൽ $15 billion ആണ് വന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ലെഡ് ടു അട്രാക്ട് മോർ FDI ടു ഇന്ത്യ. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 2024-25 മാത്രം നോക്കുകയാണെങ്കിൽ $81.04 billion എന്ത് ചെയ്തിട്ടുണ്ട്, US ആയിട്ട് FDI ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്കീം കാരണം പുള്ളി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ 1.46 lakh crore എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ്ഡ് ഇൻ 2025 വിത്ത് പ്രൊജക്ഷൻ ഓഫ് ക്രോസ് 2 lakh crore in 2026 ആകുമ്പോഴേക്കും എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസേഷൻ ഇന്ത്യയിൽ നടക്കുന്നു. FDI വരുന്നുണ്ട്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റും അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ടോട്ടലായിട്ട് വരുന്നു. അതുപോലെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ബിക്കോസ് വി ആർ ആസ് ഐ ടോൾഡ്, മൊബൈൽ ഫോണിന്റെ കാര്യത്തിലൊക്കെ എന്താണ് സെൽഫ് റിലയന്റ് ആയി. ടെലികോം സെക്ടറിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ മാനുഫാക്ചർ ചെയ്യാണ്. ഫാർമ സെക്ടേഴ്സ് വി ആർ ദ ലാർജസ്റ്റ് മാനുഫാക്ചർ ഓഫ് ജനറിക് ഫാർമ ആൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ, ഓർ ഇന്ത്യ ഈസ് നോൺ ആസ് ദ ഫാർമ ഓഫ് ദ വേൾഡ്. ഓക്കെ, എന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. റിഡക്ഷൻ ഇൻ ഡിപ്പെൻഡൻസ് കുറയുന്നു, ഫോറിൻ സപ്ലൈസ്. അപ്പം ക്രിട്ടിക്കൽ സെക്ടേഴ്സിലൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോളിസീസ് ഒക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഫാർമ സെക്ടറിൽ PLI സ്കീംസ് ഒക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കീംസ് ആണെന്ന രീതിയിൽ നമുക്ക് പറയാം. സോ രണ്ടാമത്തെ ഭാഗം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് എന്തെങ്ങനെയാണ് റാഷണാലിറ്റി ചോദിച്ചു, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് ചോദിച്ചു. അടുത്ത ഭാഗം ചോദിക്കുന്നത് വൈ ഇൻ വാട്ട് വേ ക്യാൻ ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഔട്ട്കം ഓഫ് സ്കീംസ് ബി ഇംപ്രൂവ്ഡ്, എങ്ങനെ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്നല്ലേ. അപ്പൊ പ്രോബ്ലം ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ പറയുന്നതുകൊണ്ട് നമ്മൾ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യണം,
പറയുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ള ജസ്റ്റ് ഒരു വാല്യൂ അഡീഷൻ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അവിടെ നമുക്ക് ജസ്റ്റ് വാല്യൂ അഡീഷൻ കണ്ടന്റ് ആയിട്ട് കൊടുക്കാം. വാട്ട് ആർ ദ ഷോർട്ട് കമ്മിങ് ഓഫ് PLI സ്കീംസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രോബ്ലം സെക്ടറൽ കോൺസെൻട്രേഷൻ ആണ്. PLI സ്കീംസ് ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുന്നെങ്കിലും എല്ലാ സെക്ടേഴ്സിലും ഇത് ഹെൽപ്ഫുൾ ആവുന്നില്ല. ബേസിക്കലി നമുക്ക് ഇലക്ട്രോണിക് സെക്ടേഴ്സിലൊക്കെ ബെറ്റർ ഹെൽപ്ഫുൾ ആയിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിലും ടെക്സ്റ്റൈൽ സെക്ടർ അല്ലെങ്കിൽ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിലൊക്കെ PLIയുടെ ഇമ്പാക്ട് വളരെ ചെറുതായിരുന്നു എന്ന് വേണം പറയാൻ. അതേപോലെ രണ്ടാമത്തെ പ്രോബ്ലം ദർ ആർ ഇംപ്ലിമെന്റേഷൻ ഡിലേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇറ്റ് ടേക്കിംഗ് ലോങ്ങർ ടൈം വരുന്നു എന്നുള്ള കംപ്ലയിൻസ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ബർഡൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ്. ഇതുപോലൊരു സ്കീം തുടങ്ങുമ്പോൾ ഗവൺമെന്റ് ബജറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ PLI സ്കീംസ് ഇൻസെന്റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇത് ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ പോളിസിയിൽ എന്താണ് ഒരു ബർഡൻ ആണ്. ടാക്സ് പേഴ്സിന്റെ മണി എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന പോലെ വരും. അതൊരു ബർഡൻ ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ദിസ് ഈസ് നോട്ട് ആക്സസിബിൾ ടു ഓൾ ദി മാനുഫാക്ചർ, എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സ്, MSME സെക്ടേഴ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല ബിക്കോസ് ഓഫ് ക്രൈറ്റീരിയാസ്. അത് എന്ത് ചെയ്യണം, ടേൺ ഓവർ ക്രൈറ്റീരിയ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഉണ്ട്, ടു ബി രജിസ്റ്റേർഡ് അണ്ടർ FPLI. സോ ഈ ക്രൈറ്റീരിയാസ് ഉള്ളതുകൊണ്ട് ഈ MSME സെക്ടറിന് ഇതെന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു ആക്സസിബിലിറ്റിന്റെ ബെനിഫിറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ എൻട്രി ബാരിയർ വളരെ കൂടുതലാണ്, ഹൈ എൻട്രി ബാരിയർ. ആൻഡ് ദർ ആർ റീജിയണൽ ഡിസ്പാരിറ്റീസ്. സോ റീജിയണൽ ഇത് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു 3-4 പോയിന്റ് മെൻഷൻ ചെയ്താൽ മതി. റീജിയണൽ ഡിസ്പാരിറ്റീസ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ സ്റ്റേറ്റ്, മഹാരാഷ്ട്ര, തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റ്സിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, എല്ലാ സ്റ്റേറ്റിനും ഇതിനകത്ത് കിട്ടുന്നില്ല. ആൻഡ് ദർ ഈസ് ഓൺലി അഗെയിൻ എ ലിമിറ്റഡ് ജോബ് ക്രിയേഷൻ. ബേസിക്കലി എന്താണ്, ജോബ്സ് ഓട്ടോമേഷൻ ഇൻ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലൊക്കെ എന്താണ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറവാണ്. കൂടുതലും ടെക്നോളജിക്കലി ഇന്റൻസീവ് പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ്സ് എന്ത് ചെയ്യുന്നില്ല, വലിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി എങ്ങനെയൊക്കെ ഇതിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ള, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് PLI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വി നീഡ് ടു ബോർഡൻ ദി PI സ്കോപ്പ് എന്ത് ചെയ്യണം, MSME സെക്ടേഴ്സിനോട് ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയയും അതുപോലെ തന്നെ നമ്മുടെ ടേൺ ഓവർ ക്രൈറ്റീരിയയും നമുക്ക് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അതുപോലെ തന്നെ വി ഓൾസോ നീഡ് ടു എൻഷുർ ദാറ്റ് PLI is given for not only final manufacturing, വാല്യൂ അഡിഷൻ. ഇപ്പോൾ ചിപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട്, സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിന്, ഇങ്ങനെ ഡൊമസ്റ്റിക് കണ്ടന്റ് വാല്യൂ അഡിഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, PLI കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇസ് ദാറ്റ് ടൈംലി ഡിസ്പേഴ്സൽ ഓഫ് ഫണ്ട് എന്നുള്ളതാണ്. നമ്മൾ PLI സ്കീമിന്റെ പ്രൊസീജിയർ, ഡിസ്പേഴ്സ്മെന്റ് ഓഫ് ഫണ്ട് പ്രൊസീജിയർ എന്ത് ചെയ്യണം, സിമ്പിൾ ആക്കുകയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പൈസ കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. സോ നമുക്ക് സിംഗിൾ വിൻഡോ ക്ലിയർ, ഇപ്പോൾ ഫാർമ സെക്ടേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിലേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി അനദർ ആസ്പെക്ട് ഈസ് റീജിയണൽ ഇംബാലൻസ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഫണ്ട് എന്ത് ചെയ്യണം, വി നീഡ് ടു എൻകറേജ് അതർ സ്റ്റേറ്റ് ടു ടേക്ക് ദി ഓപ്പർച്യൂണിറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരോട് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് ഈ ടെക്നോളജി സെക്ടറിൽ വേണം. സസ്റ്റൈനബിലിറ്റി ഇൻ ഗ്രീൻ മാനുഫാക്ചറിംഗിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. സോ നമുക്ക് EV മാനുഫാക്ചറിംഗ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, PLIയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ എക്സ്പോർട്ട് ലിങ്ക്ഡ്, എക്സ്പോർട്ടേഷനോട് എന്ത് ചെയ്യാൻ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്കീംസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ എക്സ്പോർട്ട് കൂടി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും PLI സ്കീംസിലോടുകൂടി. ദെൻ മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, റിയൽ ടൈം ഡാഷ്ബോർഡ്സ് എൻഷുർ ചെയ്യുക. സോ ട്രാക്കിംഗ് ജോബ്സ്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇത് എവിടെയാണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതെന്നൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ദോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ആൻഡ് സെക്ടറൽ ഡൈവേഴ്സിഫിക്കേഷൻ, PLI സ്കീം ക്യാൻ ഡ്രൈവ് ബാലൻസ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ വരുന്നത്. സോ വികസിത് ഭാരത്, ആത്മനിർഭർ ഭാരതിനൊക്കെ എന്താണ്, PLI സ്കീംസ് ആർ വൺ ഓഫ് ദ പില്ലർ, മേജർ പില്ലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് examine the factors responsible for depleting groundwater in India. What are the steps taken by the government to mitigate such depletion of groundwater എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വീണ്ടും എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ള ചോദ്യമാണ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അഗെയിൻ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്സ്പെക്ടഡ് ലൈൻ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിനകത്ത് ഒന്നും എന്തല്ല, എക്കണോമിക്സ് ഒരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ബൗൺസേഴ്സ് ആയിട്ട് വന്നിട്ടില്ല. സോ എക്സാമിൻ ദ ഫാക്ടേഴ്സ് responsible for the depleting groundwater in India, first part. Second part, what are the steps taken by the government to mitigate the depletion of groundwater? വളരെ ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യസ് വാട്ടർ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി. ഡൊമസ്റ്റിക് ഇന്ത്യ അക്കൗണ്ട് ഫോർ 25% ഓഫ് ദ ഗ്ലോബൽ ഗ്രൗണ്ട് വാട്ടർ വിഡ്രോവൽസ് ആണ്. ആൻഡ് that is making India is the largest groundwater withdrawal. So world തന്നെ ഇന്ത്യ എന്താണ്, one of the largest groundwater withdrawal ആണ്. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസ്പോൺസിബിൾ ആവുന്നത് ഗ്രൗണ്ട് വാട്ടർ വിഡ്രോവൽ എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചോദ്യം അല്ലേ. അപ്പം അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണ്. സോ 89% ഓഫ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഇറിഗേറ്റഡ് സിസ്റ്റം ഈസ് യൂസിങ് ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളതാണ്.
സോ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം നമ്മൾ 85% നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു, വാട്ടർ പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ കൾട്ടിവേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. ഹൈ വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാടി, ഷുഗർ കെയിൻസ്, ഇതെന്താണ് നമ്മൾ ഹൈ വാട്ടർ ഇൻറ്റൻസീവ് അല്ലേ, വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്പിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് വാട്ടർ ഗസലിംഗ് ക്രോപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ടർ ഗസലിംഗ് ക്രോപ്പിംഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കൂടുതൽ എടുക്കുന്നു. സോ വി യൂസ് ടു സേ ദാറ്റ് വി ആർ നോട്ട് എക്സ്പോർട്ടിങ് അഗ്രികൾച്ചർ, വി ആർ എക്സ്പോർട്ടിങ് വാട്ടർ എന്ന് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടുള്ളതാണ് പോപ്പുലേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റൈസിംഗ് ഡിമാൻഡ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. 60% ഓഫ് റൂറൽ ആൻഡ് 50% ഓഫ് അർബൻ പോപ്പുലേഷൻ എന്താണ് ഡിപ്പെൻഡ് ഓൺ ഗ്രൗണ്ട് വാട്ടർ ആണ്. പോപ്പുലേഷൻ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പം പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ അർബനൈസേഷൻ, അൺപ്ലാൻഡ് അർബനൈസേഷൻ എന്ത് കൂട്ടുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടറിന്റെ ഡിമാൻഡ് വളരെയധികം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റീസിലേക്ക് ചെന്നൈസിലേക്ക് എന്താണ് ഓവർ എക്സ്ട്രാക്ഷൻ ഓഫ് വാട്ടർ നമുക്ക് കാണാൻ പറ്റും. ഇൻഡസ്ട്രിയലൈസേഷൻ യൂസ് നോക്കുകയാണെങ്കിൽ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി, എസ്പെഷ്യലി ടെക്സ്റ്റൈൽ സെക്ടർ, ബീവറേജ് സെക്ടർ, ഫാർമ സെക്ടർ, ഇപ്പോൾ പ്ലാച്ചിമഡ, സോഫ്റ്റ് ഡ്രിങ്ക് സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, വാട്ടർ ഇൻറ്റൻസീവ് ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് എടുക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ച്, റെയിൻഫാൾ വേരിയബിലിറ്റി എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ മൺസൂൺ വേരിയേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ അവൈലബിലിറ്റിയെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ടാണ്. ആൻഡ് റൈസിംഗ് ടെമ്പറേച്ചർ, ഇൻക്രീസിംഗ് ഇവാപ്പറേഷൻ, വേഴ്സണിങ് ദ സ്ട്രെസ് ആൻഡ് എന്ത് ചെയ്യുന്നു, ഡ്രൗട്ട് പ്രോൺ റീജിയൻ മഹാരാഷ്ട്ര, രാജസ്ഥാനൊക്കെ ഇത് നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ പുവർ വാട്ടർ ഗവർണൻസ് ഇൻ പോളിസീസ് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് കർഷകർ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പഞ്ചാബിലൊക്കെ ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യുന്നു, പമ്പ്സ് വെച്ചിട്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് അഗെയിൻ എ പ്രോബ്ലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ മാനേജ്മെന്റ് ആണ്. സോ വാട്ടർ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും പ്രൈവറ്റ് ഗുഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്, പബ്ലിക് ഗുഡ് ആയിട്ട് കണക്കാക്കുന്നില്ല. സോ വി നീഡ് ടു എൻഷുർ ദാറ്റ് ദർ ഈസ് എ കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ മാനേജ്മെന്റ് വേണം. ഓവർ റിലയൻസ് ഓൺ ബോർവെൽസ് ആൻഡ് റെഡ്യൂസ് നാച്ചുറൽ റീചാർജ് പ്രോബ്ലംസ് പറയാൻ പറ്റും. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഇവിടെ എഴുതണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യുക, മാക്സിമം പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് പൊല്യൂഷൻ ഓഫ് സർഫേസ് വാട്ടർ റിസോഴ്സസ് എന്താണ് അനദർ ഇഷ്യൂ ആണ്. റിവേഴ്സ് എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടഡ് ആവുന്നു, അത് വീണ്ടും ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റഡ് ആക്കുന്നു. സോ യമുന, ഗംഗ പോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എഴുതാം. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഗവൺമെന്റ് എടുത്തതെന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്ററി മെഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പെൻഡിങ് ബില്ലുണ്ട്, ഡ്രാഫ്റ്റ് ബില്ലാണ്. സോ ഗ്രൗണ്ട് വാട്ടർ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഈ വാട്ടർ എന്ന് പറയുന്നത് കോമൺ റിസോഴ്സ് ആണ്. അറ്റ് പ്രസന്റ് ഇൻ ഇന്ത്യ വാട്ടർ ഈസ് എ പ്രൈവറ്റ് ഗുഡ്. സോ നിങ്ങളെ കിണറ്റിലെ വെള്ളം നിങ്ങളത് മാത്രം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്, ഒരു പ്രൈവറ്റ് ഗുഡ് ആണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഗുഡ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ദർ ഇസ് എ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് റെഗുലേറ്റിംഗ് ഗ്രൗണ്ട് വാട്ടറിന്റെ ഇൻസിഡൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം പറയാം. അതേപോലെ തന്നെ പോളിസി ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ നാഷണൽ വാട്ടർ പോളിസി 2012 നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും എന്താ ഫോക്കസ് ചെയ്യുന്നത്, സപ്ലൈ സൈഡ് മാനേജ്മെന്റ് ആണ്. നമ്മൾ കൂടുതൽ ഡാംസ് കെട്ടിപ്പൊക്കാനാണ് നോക്കുന്നത്. വി നീഡ് ടു എൻഷുർ ദാറ്റ് ലെസർ യൂസേജ്, അതുപോലെ റീസൈക്ലിംഗ് ഓഫ് വാട്ടർ, അതുപോലെ കിച്ചൺ വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഗാർഡനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസേജിലേക്ക് നമ്മൾ കൂടുതൽ പ്രൊമോഷൻസ് നടത്തണം എന്നതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ആൻഡ് ഇന്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പ്രൊമോട്ട് പെർ ഡ്രോപ്പ് മോർ ക്രോപ്സ് പാറ്റേൺസ് നമ്മൾ നോക്കണം. ഇനി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. വില്ലേജ് സപ്ലൈ വാട്ടർ സെക്യൂരിറ്റി പ്ലാൻസ്, എൻകറേജ് അടൽ ഭൂജൽ യോജന പോലത്തെ യോജനാസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആയ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻസ് പ്രൊമോട്ട് പഞ്ചാബ് ഹരിയാനയുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം, വാട്ടർ ഡ്രസ്ലിംഗ് അല്ലാത്ത ലെസ് വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ടുള്ള മില്ലറ്റ്, പൾസസ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഒക്കെ എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേ ഫോർവേഡ് ആയിട്ട് കൊടുക്കാം. ആൻഡ് അവയർനെസ് ഓഫ് ടെക്നോളജി ലൈക്ക് ജൽശക്തി അഭിയാൻ, ക്യാച്ച് ദ റെയിൻ, ഓക്കെ, അതുപോലെ തന്നെ ഫോക്കസ് ഓൺ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറയാം. ആൻഡ് ഇന്ത്യൻ ഗ്രൗണ്ട് വാട്ടർ ഒരു കൺക്ലൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. സോ വാട്ടർ സെക്യൂരിറ്റി, സസ്റ്റൈനബിൾ ഗ്രോത്ത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർ ഇറാഡിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റും സ്ട്രിക്റ്റ് റെഗുലേഷൻസും എഫിഷ്യൻറ്റ് വാട്ടർ യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈക്രോ ഇറിഗേഷൻ പോളിസീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. സോ എന്നുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു എക്കണോമി എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ദിസ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പാർട്ട് ഈസ് എക്സാമിൻ ദ സ്കോപ്പ് ഓഫ് ദ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. അഗെയിൻ എന്താണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ് ഈ വർഷം. ആൻഡ് ഇലാബറേറ്റ് ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്
in the food processing industries for the generating employment opportunities. എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ള സ്റ്റെപ്സ്, എന്തൊക്കെയാണ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കവറിംഗ് പ്രോസസിംഗ് അല്ലെങ്കിൽ പ്രിസർവേഷൻ, പാക്കേജിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്താണ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ്. പൊട്ടൻഷ്യൽ നോക്കിക്കാൻ നിങ്ങൾ 6% ഓഫ് GDP, 13% ഓഫ് എക്സ്പോർട്ട് ആൻഡ് 6% ഓഫ് ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിലാണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇനി ഫസ്റ്റ് പാർട്ട് എന്താണ് ഇതിന്റെ സ്കോപ്പ് എന്നുള്ളതാണ്. സ്കോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഇന്ത്യ ഹാസ് ദാറ്റ് വി ഹാവ് എ ലാർജ് റോ മെറ്റീരിയൽ ബേസ് എന്നാണ്. വി ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഡയറി, ഫ്രൂട്ട്സ്. സെക്കൻഡ്, അതുകൊണ്ട് ഇതിൻ്റെയൊക്കെയുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുഡ്സ് ഒക്കെ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഫുഡ് പ്രോസസ് ഇൻഡസ്ട്രീസിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ ഹ്യൂജ് മാർക്കറ്റ്. നമ്മുടെ മിഡിൽ ക്ലാസ് ഗ്രോയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഗുഡ്സ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെ കുറേയൊക്കെ വിറ്റഴിക്കാനും പറ്റും. സോ റാപ്പിഡ് എക്സ്പാൻഷൻ മാർക്കറ്റ് ആൻഡ് ഹയസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഹ്യൂജ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് അഗൈൻ എ സ്കോപ്പ്. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കോപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കേ 100% FDI അണ്ടർ ഡയറക്ട് റൂട്ട് ഈസ് അലൗഡ് അണ്ടർ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ആൻഡ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ആയിട്ടുള്ള പ്രധാനമന്ത്രി കിസി സമ്പദ യോജന, അതുപോലെ PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, PM FME. സോ ഇതുപോലെയുള്ള സ്കീംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ട് ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് പ്രൊഡക്ട്സ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സോ റേഞ്ചിങ് ഫ്രം അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് തൊട്ട് ലൈഫ് സ്റ്റോക്സ്, ഫിഷറീസ്, അതുപോലെ തന്നെ വാസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അൺടാപ്ഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൺലി 2% ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഓൺലി 10% ഓഫ് മറൈൻ ഫുഡ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മളിപ്പം പ്രോസസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് പൊട്ടൻഷ്യൽ ഇതിനകത്തുണ്ട്. ആൻഡ് ലിങ്കേജസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്ടറിയും ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജ് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്താനും അതുപോലെ തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസേഴ്സിലേക്ക് പ്രൊക്യൂർമെന്റും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ലിങ്കേജസ് കൂട്ടുകയും ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് റിയലൈസേഷൻ പോസിബിൾ ആവുകയും ചെയ്യും. സോ സ്കോപ്പ് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് മെഷേഴ്സ് എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുത്തതെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ മെഷേഴ്സ് എന്തൊക്കെ എടുക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ദർ ആർ സർട്ടൻ ചലഞ്ചസ് എന്നുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്സ് ഉണ്ട്, ബെറ്റർ പ്രൊക്യൂർമെന്റ് രീതിയില്ല. അതുപോലെ സപ്ലൈ ചെയിൻ എന്താണ്? ബെറ്റർ അഗ്രികൾച്ചർ സപ്ലൈ ചെയിൻ ഇല്ല. അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസിംഗ്. അതുപോലെ സീസണബിലിറ്റി ഓഫ് ദ ഓപ്പറേഷൻസ്. ബോസിലി ഫുഡിന്റെ പ്രോബ്ലം എന്താണ്? ഇത് സീസണിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഇയർ ലോങ് സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ സ്റ്റോറേജ് മെക്കാനിസം പ്രോപ്പർ ആയിരിക്കണം. ഇൻആഡിക്വേറ്റ് ഫോക്കസ് ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി മെഷർമെന്റ് എന്തല്ല പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. ആൻഡ് ലാക്ക് ഓഫ് ഇന്നോവേഷൻ ഇൻ ദിസ് പർട്ടിക്കുലർ സെക്ടർ. സോ എന്തൊക്കെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്? There is a National Food Processing Policy draft policy which is in 2021 encouraging private investment and promoting MSME sector to support the infrastructure creation എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ 100% FDI ഓട്ടോമാറ്റിക് റൂട്ടിൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എടുത്തിട്ടുണ്ട്. സ്കീം ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ there are lot of scheme with respect to food processing industries. പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന, സോ മെഗാ ഫുഡ് പാർക്സ്, കോൾഡ് ചെയിൻ, അഗ്രോ പ്രോസസിംഗ് ക്ലസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഇൻ റൂറൽ അർബൻ ഏരിയ അതൊരു ഫോക്കസ് ആണ്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്, അതുപോലെ നമ്മൾ റെഡി ടു ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. റെഡി ടു ഈറ്റ് ഫുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറൈൻ പ്രൊഡക്ട്സ്, ഓർഗാനിക് ഫുഡ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ ഗ്രീൻസ് ഫോർ ടോപ്സ്, ടൊമാറ്റോ, ഒനിയൻ, പൊട്ടറ്റോ എന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് കൊടുക്കുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ എന്റർപ്രൈസസ്, മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ്, PM FME സ്കീംസ്. സോ നിങ്ങൾ പ്രിലിംസിന് പഠിച്ചുള്ള ഒരുപാട് സ്കീംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റും. കപ്പാസിറ്റി ബിൽഡിംഗ്, ബ്രാൻഡിങ്, സെൽഫ് എംപ്ലോയ്മെന്റ്, സ്കില്ലിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം, സ്കിൽ ഇന്ത്യ മിഷൻസിന്റെ കാര്യമൊക്കെ മെൻഷൻ ചെയ്യാം. വേ ഫോർവേഡ് ആയിട്ട് ഇനി എന്തൊക്കെ ചെയ്യാം? നമുക്ക് സബ്സിസ്റ്റൻസ് മാർക്കറ്റ് ഓറിയന്റഡ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യണം എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വേ ഫോർവേഡ് കൊടുക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ലിങ്കേജ് ബിറ്റ്വീൻ ഫാമേഴ്സ്, ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ കൺസ്യൂമർ എന്ത് ചെയ്യണം? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൃത്യമായിട്ട് വേണമെന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിംഗ്, പ്രിസർവേഷൻ ടെക്നിക്സ് കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേഷൻ ടെക്നിക്സ് കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ പോളിസീസ് കൊണ്ടുവരണം എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കൺട്രോൾസ്, ക്വാളിറ്റി മെഷർമെന്റ് ഒക്കെ എൻഷുർ ചെയ്യാം. ദെൻ യു ക്യാൻ ഓൾസോ റൈറ്റ് എ ഫ്യൂച്ചറിസ്റ്റിക് കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീൻ്റെ ഇന്നോവേഷൻ കൊണ്ടുവരണം, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാനും ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഫോർമലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടറും ഡിസ്ട്രസും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഈസ് ദ ബാക്ക് ബോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025 UPSC ഇന്ത്യൻ എക്കണോമി അഗ്രികൾച്ചർ പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. One of the important factor you should remember here that in Indian economy the challenge is not understanding the question, rather writing the
ക്വാളിറ്റി പോയിന്റ്സ് എന്നുള്ളതാണ്. പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ കൃത്യമായുള്ള എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് പോയിന്റ്സ് എഴുതുക, ഡൈവേഴ്സിഫൈഡ് ആയുള്ള ഏരിയയിൽ നിന്ന് പോയിന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ചലഞ്ച്. റാദർ ദാൻ ഫൈൻഡിങ് ദ പോയിന്റ്സ് ആൻഡ് ജനറേറ്റിംഗ് പോയിന്റ്സിനെക്കാട്ടും ഇങ്ങനെ ഓറിയന്റഡ് ആയിട്ടുള്ള കാരണം ഇതൊരു എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു എബോ ആവറേജ് ആൻസർ എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. സോ ഇതാണ് ഓവറോൾ അനാലിസിസ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്റ്റിൻ്റെ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക അതുകൂടി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.